എല്ലാവർക്കും ഈ ലേണിന്റെ +1 ക്ലാസ്സുകളിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നിങ്ങൾക്ക് പഠിക്കാനുള്ള ഒന്നാമത്തെ ചാപ്റ്റർ ആയ സെറ്റ് എന്ന് വിളിക്കുന്ന ചാപ്റ്ററുകളെ പറ്റിയിട്ടാണ്. അല്ലെ, +10 നിന്നും +1 വരുന്ന സമയത്ത് പുതിയൊരു സ്ട്രീം, അതായത് മാത്തമാറ്റിക്സിന്റെ പുതിയൊരു സ്ട്രീമിലേക്ക് നിങ്ങൾ കടക്കുകയാണ്. കാൽക്കുലസ് എന്ന് വിളിക്കുന്ന ഒരു സ്ട്രീമിലേക്ക്. അതിന്റെ ഏറ്റവും ഫണ്ടമെന്റൽ ആയി വരുന്ന ഒരു ചാപ്റ്റർ ആണ് സെറ്റ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഈ ചാപ്റ്ററിനെ പറ്റി പറയുമ്പോൾ, അതായത് പുതുമയുള്ള ഒരു കാര്യമായാണ് വാക്കാണ്, നിങ്ങൾ ആദ്യമായി കേൾക്കുകയാണ്. അപ്പം ആ വാക്കിൽ നിന്നും തന്നെ തുടങ്ങാം. വാട്ട് യു മീൻ ബൈ എ സെറ്റ്, അല്ലെങ്കിൽ വാട്ട് ഈസ് എ സെറ്റ് ഇൻ മാത്തമാറ്റിക്സ്, അല്ലെ? അപ്പൊ ഈ സെറ്റ് എന്നൊരു വാക്ക് നമ്മൾ എപ്പോഴും കേൾക്കുന്നതാ, അല്ലെ? പണ്ട് തൊട്ടേ, അല്ലെങ്കിൽ കുഞ്ഞുനാൾ മുതലേ, അല്ലെങ്കിൽ വളർന്നു വരുമ്പോഴേ നമുക്കൊരു സെറ്റ് ഒക്കെ ഉണ്ട്. ക്ലാസ്സിലൊക്കെ വരുമ്പോഴത്തേക്ക് ഒരു സെറ്റ് ഓഫ് ഫ്രണ്ട്സ്, അല്ലെങ്കിൽ ബെസ്റ്റ് ഫ്രണ്ട്സ്, അല്ലെ? ഇപ്പൊ ഈ വക സാധനങ്ങൾ, ഈ സെറ്റ് എന്നൊരു വാക്ക് നിങ്ങൾ ആദ്യമായി കേൾക്കുകയല്ല. അപ്പം എന്താണ് നമ്മുടെ മാത്തമാറ്റിക്സിലെ സെറ്റ്, അല്ലെങ്കിൽ കണക്കിലെ സെറ്റ് എന്താണ്? ഇതിനെ പറ്റി ഒരു ഡിസ്കഷൻ നമുക്ക് നടത്താം. ഓക്കെ, വാട്ട് യു മീൻ ബൈ എ സെറ്റ് എന്ന് ചോദിച്ചാൽ, നിങ്ങളുടെ ആ വാക്ക് അർത്ഥമാക്കുന്നത് പോലെ തന്നെ ഇറ്റ് ഈസ് എ ഗ്രൂപ്പ്. അതെന്താണ്? ഒരു ഗ്രൂപ്പാണ്. അല്ലെങ്കിൽ നമുക്ക് ഇനി അങ്ങോട്ട് ആ ഗ്രൂപ്പ് എന്ന് വിളിക്കുന്ന വാക്കിനെ ഒന്ന് പരിഷ്കരിച്ച് ഇറ്റ് ഈസ് എ കളക്ഷൻ എന്ന് വിളിക്കാം, അല്ലേ? ഈ കളക്ഷൻ എന്ന് പറയുന്നതും ഒരു ഗ്രൂപ്പ് തന്നെ, അല്ലേ? എ കളക്ഷൻ ഓഫ് ഫ്രണ്ട്സ്, അല്ലേ? എ കളക്ഷൻ ഓഫ് മാർക്ക്, എ കളക്ഷൻ ഓഫ് നോവൽസ്. ഇതെല്ലാം എന്താണ്? ഒരു കൂട്ടം, ഒരു ഗ്രൂപ്പിനെ മറ്റൊരു രീതിയിൽ പറയുന്ന വാചകങ്ങളാണ്. സോ ഇറ്റ് ഈസ് എ കളക്ഷൻ. എ സെറ്റ് എന്താണ് എന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് എ കളക്ഷൻ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം, അല്ലേ? അപ്പൊ ഒന്നാമത്തെ ഒരു വാക്കായിട്ട് നമുക്ക് ഇതിനെ കൂട്ടിച്ചേർത്ത് വെക്കാം. ഇറ്റ് ഈസ് എ കളക്ഷൻ. അപ്പോൾ എല്ലാ കളക്ഷൻസിനെയും നമുക്ക് സെറ്റ് എന്ന് വിളിക്കാൻ പറ്റുമോ ഇല്ലയോ ഇൻ മാത്തമാറ്റിക്സ്, അല്ലെ? മാത്സിനകത്തോട്ട് എന്താണ് സെറ്റ് എന്ന് വിളിച്ചാൽ അത് ഒരു വെൽ ഡിഫൈൻഡ് കളക്ഷൻ ആയിരിക്കണം. അത് ഒരു വെൽ ഡിഫൈൻഡ് കളക്ഷൻ ആയിരിക്കണം. എന്താണ് ഈ വെൽ ഡിഫൈൻ എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്? ഓക്കെ, അപ്പൊ നമുക്ക് പറയാം, ചുമ്മാ ഒന്ന് ഡിസ്കസ് ചെയ്ത് നോക്കിയാൽ മതി. ദ കളക്ഷൻ ഓഫ് നോവൽസ്, അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും ഫെമിലിയർ ആയിട്ടൊരു എക്സാമ്പിൾ എടുക്കാം. ദ കളക്ഷൻ ഓഫ് വവൽസ് ഇൻ ഇംഗ്ലീഷ് ആൽഫബറ്റ്സ്, അല്ലെ? ഇംഗ്ലീഷ് ആൽഫബറ്റ്സിലെ വവൽസിന്റെ ഒരു കളക്ഷൻ. ചുമ്മാ ഇങ്ങനെ പറയുന്നു. ഞാനിത് പറഞ്ഞപ്പോ തന്നെ നിങ്ങളുടെ മനസ്സിലേക്ക് അതിന്റെ ഉത്തരങ്ങൾ വന്നിട്ടുണ്ടാവും, ശരിയല്ലേ? ഇംഗ്ലീഷ് ആൽഫബറ്റ്സിൽ 26 അക്ഷരങ്ങൾ ഉള്ളതിൽ വവൽസ് എന്ന് കണക്ട് ചെയ്യാൻ പറ്റുന്ന എത്ര എണ്ണമാണുള്ളത്? 5 എണ്ണം. ഏതൊക്കെയാ? എ, ഇ, ഐ, ഒ, യു. ഈ പറഞ്ഞ എ, ഇ, ഐ, ഒ, യു എന്ന് വിളിക്കുന്ന 5 അക്ഷരങ്ങൾ. ആ ഉത്തരം ഞാൻ പറഞ്ഞാലും നിങ്ങൾ പറഞ്ഞാലും ഇതേ ഉത്തരം തന്നെ കിട്ടുന്നത്, ശരിയല്ലേ? ആണല്ലോ. ഇതിനെയാണ് വെൽ ഡിഫൈൻ എന്നോട് അർത്ഥമാക്കുന്നത്. അതായത് ഈ ഒരു കളക്ഷൻ ഡിഫൈൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ എല്ലാവർക്കും കിട്ടുന്ന ഉത്തരം ഒരു യൂണിവേഴ്സൽ ഉത്തരമായിരിക്കണം, അല്ലെങ്കിൽ ഒരു ഈക്വൽ സ്റ്റേറ്റ്മെന്റ് ആയിരിക്കണം. ഓക്കെ, അതായത് നമ്മളൊരു സെറ്റ് ഡിഫൈൻ ചെയ്ത് പറയുമ്പോൾ, ഒരു കളക്ഷൻ ഡിഫൈൻ ചെയ്ത് പറയുമ്പോൾ, ആ കളക്ഷനിലേക്ക് ഞാൻ ചെയ്യുന്ന ഉത്തരങ്ങളും നിങ്ങൾ പറയുന്ന ഉത്തരങ്ങളും ഈക്വൽ ആയിട്ട് വരണം. ഓക്കെ, ഫോർ എക്സാമ്പിൾ പറയാം. ദ സെറ്റ് ഓഫ് ഓൾ ബ്രില്യന്റ് സ്റ്റുഡൻസ് ഇൻ യുവർ ക്ലാസ്. അതൊരു കളക്ഷൻ ആണ്, ശരിയാണ്. അപ്പൊ അതിനെ സെറ്റ് എന്ന് വിളിക്കാൻ പറ്റുമോ എന്നതാണ് നമ്മുടെ ചോദ്യം. ദ കളക്ഷൻ ഓഫ് ബ്രില്യന്റ് സ്റ്റുഡൻസ് ഇൻ ദിസ് ക്ലാസ് എന്ന് പറയുന്ന സമയത്ത് ആ ബ്രില്യൻസ് എന്ന് വിളിക്കുന്ന സാധനം കണ്ടിന്യൂസ് ആയിട്ട് പറയുകയാണെങ്കിൽ അത് ആ പഠിപ്പിക്കുന്ന ടീച്ചറിനെയോ എടുക്കുന്ന ആളിനെയോ ഡിപ്പെൻഡ് ചെയ്തിരിക്കുക. ഇപ്പൊ ഒരു മാത്സ് ടീച്ചർ വന്നിട്ട് മാത്സിൽ ബ്രില്യന്റ് ആയിട്ടുള്ള സ്റ്റുഡൻസിനെ തപ്പിയെടുക്കാൻ പറഞ്ഞാൽ മാത്സിൽ നല്ല മാർക്ക് മേടിക്കുകയും ക്ലാസ്സിൽ പെർഫോം ചെയ്യുന്ന ആൾക്കാരെയുമായിരിക്കും ചൂസ് ചെയ്യുന്നത്, ശരിയല്ലേ? ഇപ്പൊ ബ്രില്യൻസ് എന്ന് വിളിക്കുന്ന സാധനം പലർക്കും പലതാ. ഇപ്പൊ മാത്സ് സാറ് വന്നെന്ന് പറയുന്ന കണക്ക് ആയിരിക്കത്തില്ല ഒരു PT സാറ് എന്ന് പറയുന്നത്. PT സാറ് വന്നിട്ട് ഫുട്ബോളിൽ ബ്രില്യൻസ് ഉള്ളവരെടുക്കാൻ പറഞ്ഞാൽ ഫുട്ബോൾ നന്നായി കളിക്കുന്നവരായിരിക്കും എടുക്കുന്നത്. അപ്പോ കണക്ക് സാറായ ഞാൻ പറയുന്ന ഉത്തരവും PT സാറായ സാറ് പറയുന്ന ഉത്തരവും ഒരേപോലെ വരുവോ? വരത്തില്ല. അപ്പോൾ അതിനെ ഒരു സെറ്റ് എന്ന് പറയാൻ പറ്റുമോ? പറ്റത്തില്ല. അപ്പോൾ ഇതിനെയാണ് നമ്മൾ ആ രണ്ടാമത്തെ വാക്ക് പറഞ്ഞത്, വെൽ ഡിഫൈൻഡ്. ഞാൻ പറഞ്ഞാലും നിങ്ങൾ പറഞ്ഞാലും PT സാറ് പറഞ്ഞാലും കിട്ടുന്ന ഉത്തരം ഒരേപോലെ ഇരിക്കണം. പിടികിട്ടുന്നില്ലേ? ഇപ്പൊ ഏറ്റവും ബേസിക് രീതിയിൽ അങ്ങ് പറഞ്ഞു തന്നെയാ ഇതാണ് വെൽ ഡിഫൈൻഡ് എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പൊ ചുരുക്കം പറഞ്ഞ എന്താണ് ഒരു സെറ്റ് എന്ന് ചോദിച്ചാൽ ആ സെറ്റിനെ നമുക്ക് ഇങ്ങനെ നിർവചിക്കാം.
A set is a well-defined collection of objects. നമുക്ക് ഇങ്ങനെ പറയാം, കളക്ഷൻ ആണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞായിരുന്നു. അത് വെൽ ഡിഫൈൻഡ് ചെയ്യണമെന്ന് നമ്മൾ ഓൾറെഡി ഇപ്പൊ ഡിസ്കസ് ചെയ്തു. ഇനി എന്തിന്റെ കളക്ഷൻ എന്ന് ചോദിച്ചാൽ ഒബ്ജക്ട്സ് എന്ന് പറഞ്ഞ് നമ്മൾ അവിടെ നിർത്തി. സോ വാട്ട് ആർ ദ ഒബ്ജക്ട്സ്? അതാണ് ഇനി നമ്മുടെ അടുത്ത ചോദ്യം, അല്ലെ? ഒബ്ജക്റ്റുകളായിട്ട് എന്തൊക്കെ വരാം? സോ എന്തൊക്കെ കളക്ട് ചെയ്യാൻ പറ്റുമോ അതെല്ലാം ഒബ്ജക്റ്റ് ആണ്. ദ സെറ്റ് ഓഫ് ഓൾ ഹ്യൂമൻ ബീയിങ്സ്, അല്ലെ? ഹ്യൂമൻസിനെ നമുക്ക് കളക്ഷൻ ആയിട്ട് കൂട്ടാം, സെറ്റ് ആണ്. ദ കളക്ഷൻ ഓഫ് ബെഞ്ച് ആൻഡ് ഡെസ്ക് ഇൻ യുവർ ക്ലാസ്, സെറ്റ് ആണ്. ദ സെറ്റ് ഓഫ് ഓൾ ട്രയാങ്കിൾസ്, സെറ്റ് ആണ്. ദ സെറ്റ് ഓഫ് ഓൾ ഇക്വേഷൻസ് ബിലോങ് ടു ദ ട്രയാങ്കിൾസ്, സെറ്റ് ആണ്. സോ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നമുക്ക് ഇങ്ങനെ തൊട്ട് പറയാൻ പറ്റാത്തത് കൊണ്ട് മൊത്തത്തിൽ അതിനെ എന്തെന്നങ്ങ് പേരിട്ട് വിളിക്കുന്നു, ഒബ്ജക്ട്സ് എന്ന് സ്പെസിഫൈ ചെയ്തൊക്കെ പറയുന്നു. സോ ഈ ഒബ്ജക്റ്റ് എന്തൊക്കെ ആകാം എന്ന് ചോദിച്ചാൽ ലിവിങ്ങും നോൺ ലിവിങ്ങും ആയിട്ടുള്ള എന്ത് വേണമെങ്കിലും വരാം, അല്ലെ? മാക്സ്വെൽ സ്പെസിഫിക്കലി പറയുകയാണെങ്കിൽ ഏറ്റവും ഈസി ആയിട്ട് പറയാൻ പറ്റുന്നതാണ് എന്താണ്? നമ്പേഴ്സ് വരാം, ശരിയല്ലേ? വേരിയബിൾസ് അല്ലെങ്കിൽ ഇംഗ്ലീഷ് ആൽഫബറ്റ്സോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ആൽഫബറ്റ്സോ വരാം, എന്തായിട്ടാ? ഒബ്ജക്റ്റ് ആയിട്ട്. ഇക്വേഷൻസ് വരാം, വന്നുകൂടെ? സോ ഇക്വേഷൻസ് വരാം. ഓക്കെ, ഇങ്ങനെയുള്ള എന്ത് വേണമെങ്കിലും മാക്സിൽ. ഇനി ഷേപ്സ് വരാം, അല്ലെ? ട്രയാങ്കിൾ, റെക്ടാങ്കിൾ, സ്ക്വയർ, ക്വാഡ്രിലാറ്ററൽ എല്ലാം കൂടെ ചേർത്ത് പറയാം, പെന്റഗൺ, ഹെക്സഗൺ, ഹെപ്റ്റഗൺ എന്ന് വേണ്ട എന്ത് വേണമെങ്കിലും എന്തിന്റെ കളക്ഷൻ ആയിട്ട് വരാം, അല്ലെങ്കിൽ ആ ഒബ്ജക്റ്റിന്റെ കാറ്റഗറിയിൽ വരാം. പിടികിട്ടിയോ? സോ ഒരു സെറ്റ് എന്താണ് എന്ന് ചോദിച്ചാൽ ആ സെറ്റിന്റെ ഡെഫിനിഷൻ ആയിട്ട് നമുക്ക് ഇങ്ങനെ പറയാം, എ സെറ്റ് ഈസ് എ വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഒബ്ജക്ട്സ്. ഒബ്ജക്റ്റുകളുടെ ഒരു വെൽ ഡിഫൈൻഡ് കളക്ഷനെ വിളിച്ച പേരാണ് എന്ത്? സെറ്റ്. ഓക്കെ, അപ്പൊ എന്താണ് സെറ്റ് എന്ന് മനസ്സിലായി? ഓക്കെ ആണല്ലോ. ഇനി എങ്ങനെ നമുക്ക് ഇതിനെ കണ്ടുപിടിക്കാം? സോ അതിനു വേണ്ടിയിട്ട് കുറച്ച് ചോദ്യങ്ങളുമായി നമ്മൾ വന്നിട്ടുണ്ട്. ഓക്കെ, which are the following are sets? Justify your answer. അതായത് താഴെ പറഞ്ഞിരിക്കുന്ന ചോദ്യങ്ങളിൽ ഏതിനെയൊക്കെ നമുക്ക് സെറ്റ് ആയി കൺസിഡർ ചെയ്യാം, ഇനി അതിനെ ജസ്റ്റിഫൈ ചെയ്യണം. ഓക്കെ, നമുക്കൊന്ന് ജസ്റ്റിഫൈ ചെയ്ത് നോക്കിയാലോ. ഒന്നാമത്തെ ചോദ്യം, the collection of all month of year beginning with the letter J. അതായത് ഒരു വർഷത്തിൽ ജെ എന്ന ലെറ്ററിൽ തുടങ്ങുന്ന മാസങ്ങൾ നമുക്ക് തന്നെ അറിയാം. സ്പെസിഫൈ ചെയ്തൊന്ന് പറഞ്ഞു നോക്കിക്കേ, ആ മാസങ്ങൾ ഏതൊക്കെയാ? ഒന്ന്, ജനുവരി പറയാം, ശരിയല്ലയോ? ജൂൺ പറയാം, ശരിയല്ലേ? ജൂലൈ പറയാം, ശരിയല്ലേ? സോ ജെയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു വർഷത്തിലെ മാസങ്ങൾ പറയാൻ പറഞ്ഞാൽ ഏതൊക്കെ പറയാം? ജനുവരി പറയാം, ജൂൺ പറയാം, ജൂലൈ പറയാം. ഈ പറഞ്ഞ ഉത്തരങ്ങൾ ഞാൻ പറഞ്ഞാലും നിങ്ങൾ പറഞ്ഞാലും ഈ 3 മാസങ്ങളെ വരത്തുള്ളൂ. ഈ 3 അല്ലാതെ നാലാമതൊരു മാസം പുറത്തുനിന്ന് എടുത്ത് കൊണ്ടുവരാൻ പറ്റുമോ? പറ്റത്തില്ല. ആകെ 12 മാസത്തിൽ ജയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഈ 3 ആൾക്കാരേ ഉള്ളൂ. സോ ഈസ് ദിസ് എ സെറ്റ് ഓർ നോട്ട് എന്ന് ചോദിച്ചാൽ യെസ്, ഇറ്റ് ഈസ് എ സെറ്റ്. ഇതൊരു എന്താണ്? സെറ്റ് ആണ്. കാരണം ഇത് വെൽ ഡിഫൈൻഡ് ആണ്. ആ വെൽ ഡിഫൈൻഡ് അർത്ഥമാണ് ഞാൻ പറഞ്ഞത്. ഒത്തിരി ഉത്തരങ്ങൾ വരാൻ പാടില്ല, സ്പെസിഫിക് ആയിട്ടുള്ള ഉത്തരങ്ങൾ നമുക്ക് വേണം. ഇവിടെ ഉണ്ട് അതിന്റെ ഉത്തരങ്ങൾ ഏതൊക്കെയാ? ജനുവരി, ജൂൺ ആൻഡ് ജൂലൈ. ഇതിന്റെ ഓർഡർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോവാൻ, ചിലപ്പോൾ ജൂൺ, ജനുവരി, ജൂലൈ എന്ന് പറയാം. അത് നമ്മുടെ പ്രശ്നമേ അല്ല. ഇത് കിട്ടിയാ മതി. ഈ 3 പേരല്ലാതെ വേറൊരാള് പുറത്തുനിന്ന് വരരുത്. ഈസി, സെറ്റ് ആണ്. ജസ്റ്റിഫിക്കേഷനും കിട്ടി, ശരിയല്ലേ? എന്താണ് ജസ്റ്റിഫിക്കേഷൻ? ഇത് വെൽ ഡിഫൈൻഡ് ആണ്. ഓക്കെ, രണ്ടാമത്തെ ചോദ്യം നോക്കാം. ദ കളക്ഷൻ ഓഫ് 10 മോസ്റ്റ് ടാലന്റഡ് റൈറ്റേഴ്സ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ അറിയപ്പെടുന്ന ഇന്ത്യയിലെ ഏറ്റവും ടാലന്റഡ് ആയിട്ടുള്ള, മോസ്റ്റ് ടാലന്റഡ് ആയിട്ടുള്ള 10 പേരെ എടുക്കാനാ പറയുന്നത്. വെറും 10 പേരെ എടുക്കാനാ പറഞ്ഞേക്കുന്നത്. മക്കളെ, ഇതൊരു സെറ്റ് ആണോ? നമുക്ക് ഡിസ്കഷൻ നടത്താം. ദ മോസ്റ്റ് ടാലന്റഡ് എന്ന് പറയുന്ന സമയത്ത് ആ ടാലന്റ് അളക്കുന്നത് എങ്ങനെ? നേരത്തെ ഞാൻ ദ ബ്രില്യന്റ് സ്റ്റുഡന്റ് എന്ന് പറഞ്ഞതുപോലെ തന്നെ ദ മോസ്റ്റ് ടാലന്റഡ് എന്ന് പറയുന്ന സമയത്ത് മക്കളെ ടാലന്റ് അളക്കാൻ പറ്റുമോ? പറ്റൂന്ന് വെച്ചാൽ ഐക്യു വെച്ചൊക്കെ വേണമെങ്കിൽ അളക്കാം. അല്ലാണ്ട് ടാലന്റ് എന്ന രീതിയിൽ നോക്കുമ്പോൾ ഓരോരുത്തർക്കും ഓരോ ജോണേഴ്സ് ഉണ്ട്. ഇപ്പൊ ഞാൻ ഭയങ്കര വയലന്റ് ആയിട്ടുള്ള മറ്റേ നോവൽസ് അല്ലെങ്കിൽ ഇതൊക്കെ വായിക്കുന്നെങ്കിൽ അവരായിരിക്കും എനിക്ക് മോസ്റ്റ് ടാലന്റഡ് ആയിട്ടുള്ളവര്. നിങ്ങൾക്ക് കുട്ടിക്കഥകൾ എഴുതുന്ന ബാലരമ അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ വരുന്ന സമയത്ത് അവരായിരിക്കും മോസ്റ്റ് ടാലന്റഡ്. ചിലർക്ക് ഹാരി പോട്ടർ ആയിരിക്കും, അതിന്റെ റൈറ്റേഴ്സ് ആയിരിക്കും മോസ്റ്റ് ടാലന്റഡ്. ഇപ്പൊ ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് അതൊന്നും എടുക്കാൻ പറ്റത്തില്ല. അപ്പൊ ചുരുക്കം പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഈ ടാലന്റ് എന്ന് വിളിക്കുന്ന സാധനം ഒരു ക്വാളിറ്റേറ്റീവ് മെഷറാ. അതായത് അതൊരു ക്വാളിറ്റിയാ.
ശരിയല്ലേ? ദ മോസ്റ്റ് ടാലന്റഡ് എന്നൊക്കെ പറയുന്ന സമയത്ത് ആ ക്വാളിറ്റി ആർക്കാണ് കൂടുതൽ എന്നത് ഒരാളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുക. ചുരുക്കം പറഞ്ഞ എന്റെ ലിസ്റ്റിൽ ഇപ്പൊ ഈ 10 പേരെ ഞാൻ എടുത്തു വെച്ചാൽ എന്റെ അടുത്തിരിക്കുന്ന ഒരാൾ ലിസ്റ്റ് ചെയ്താൽ അതേ 10 പേര് എന്നെ വരണം നിർബന്ധം വല്ല ഉണ്ടോ? ഇഷ്ടംപോലെ എഴുത്തുകാരുണ്ടല്ലോ. ആ എഴുത്തുകാരിൽ എത്ര ആൾക്കാരെ വേണമെങ്കിലും മാറ്റിയും തിരിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം അറേഞ്ച്മെന്റ് നടത്താം. ശരിയല്ലേ? ഇതേ 10 തന്നെ അപ്പുറത്തും വരണം എന്ന് വെച്ചാൽ നടക്കുന്ന കാര്യമൊന്നുമല്ല. അതുകൊണ്ട് ഇതൊരു സെറ്റ് ആണോ? അല്ല. സിംപ്ലി പറഞ്ഞാൽ ഇത് വെൽ ഡിഫൈൻഡ് അല്ല. പലർക്കും പല ഉത്തരങ്ങൾ കിട്ടും. അങ്ങനെ പല ഉത്തരങ്ങൾ കിട്ടേണ്ടി വന്നാൽ ദിസ് ഈസ് നോട്ട് എ സെറ്റ് എന്ന് നമുക്ക് പറയാം. പിടികിട്ടിയില്ലേ? മൂന്നാമത്തെ നോക്കാം. എ ടീം ഓഫ് 11 ബെസ്റ്റ് ക്രിക്കറ്റ് ബാറ്റ്സ്മാൻ ഓഫ് ദ വേൾഡ്. ഈ വേൾഡിലെ ദ ബെസ്റ്റ് ക്രിക്കറ്റ് ബാറ്റ്സ്മാൻമാരെ നമുക്ക് വേണം. മക്കളെ, ദ ബെസ്റ്റ് എന്ന് വിളിക്കുന്ന സമയത്ത് എഗെയിൻ ഇതേ വാക്ക് ദ ബെസ്റ്റ് എന്ന് പറയുന്ന സമയത്ത് ഈ ബെസ്റ്റ് ആരാ തീരുമാനിക്കുന്നേ? ഞാനാ തീരുമാനിക്കുന്നേ? അല്ലെങ്കിൽ ആരോടാണോ ചോദിക്കുന്നത് അയാളാ തീരുമാനിക്കുന്നത്? ഞാൻ നിങ്ങളോടാണ് ചോദിക്കുന്നതെങ്കിൽ ദ ബെസ്റ്റ് ക്രിക്കറ്റ് ബാറ്റ്സ്മാൻമാരെ പറയുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ബെസ്റ്റ് ആയിരിക്കും പറയുന്നത്. ശരിയല്ലേ? ഞാനോ എനിക്ക് ബെസ്റ്റ് എന്ന് തോന്നിയ ആൾക്കാരെ ആയിരിക്കും പറയുന്നത്. ഇത് രണ്ടും സെയിം ആയിരിക്കുമോ മക്കളെ? ആയിരിക്കത്തില്ല. സോ ഇതൊരു സെറ്റ് ആണോ? മൂന്നാമത്തത് ഒരു സെറ്റ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? നോ, ഇറ്റ് ഈസ് നോട്ട് എ സെറ്റ്. വൈ? ബിക്കോസ് പല പല ഉത്തരങ്ങൾ അല്ലേ? അപ്പം അതൊരു സെറ്റ് അല്ല. കാരണം എഗെയിൻ അവിടെ വാക്ക് ഉപയോഗിക്കുന്നു, അതൊരു ക്വാളിറ്റേറ്റീവ് മെഷർ ആണ് അല്ലേ? അതൊരു ക്വാളിറ്റിയാണ്. ദ ബെസ്റ്റ് ബാറ്റ്സ്മാൻ അല്ലെങ്കിൽ അത് ബെസ്റ്റ് ബാറ്റ്സ്മാൻ പല രീതിയിലാവാം. കൂടുതൽ റൺ സ്കോറർ ആവാം, നല്ല സ്റ്റൈലിഷ് ആയിട്ട് ബാറ്റ് ചെയ്യുന്നവരായിരിക്കാം, ആക്ഷൻ ആകാം, ചിലപ്പോൾ ഏറ്റവും കൂടുതൽ 6 അടിക്കുന്നവരാവാം. സോ ബെസ്റ്റ് എന്ന വാക്ക് ഡിഫൈൻ ചെയ്യണം. ഇപ്പൊ ഞാൻ പറയുക ദ സെറ്റ് ഓഫ് ഓൾ ബാറ്റ്സ്മാൻ ഹൂ സ്കോർസ് മോർ റൺസ് ഇൻ ക്രിക്കറ്റ് എന്ന് പറഞ്ഞാൽ അതിനൊരു കണക്കുണ്ട്. ഏറ്റവും കൂടുതൽ റൺ സ്കോർ ചെയ്തത് ആരെയാണോ അവരെ മാത്രം എടുത്താൽ മതി. അതിന് കണക്കുണ്ട്. അത് ക്വാളിറ്റി അല്ല, അത് ക്വാണ്ടിറ്റി ആയി. ശരിയല്ലേ? ദ മോസ്റ്റ് റൺ സ്കോറേഴ്സ് എന്ന് പറയുമ്പോൾ റണ്ണിന് കണക്കുണ്ട്. അപ്പൊ അതെന്താവും? സെറ്റ് ആവും. പക്ഷെ ഇവിടെ ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ അത് എന്താവത്തില്ല? നമ്മുടെ സെറ്റ് ആവത്തില്ല. അതൊരു ക്വാളിറ്റേറ്റീവ് മെഷർ ആണ്. ഓക്കെ, സോ നമുക്ക് തൊട്ടടുത്തൊരു ചോദ്യം നോക്കിയാലോ. The collection of all boys in your class. നിങ്ങളുടെ ക്ലാസ്സിലെ ബോയ്സുകളുടെ ഒരു കളക്ഷൻ. നിങ്ങൾ തന്നെ പറ. അതിപ്പോ ഞാൻ വന്ന് ആ കുട്ടികളുടെ പേര് എഴുതി നോക്കിയാലും നിങ്ങൾ സ്വന്തമായിട്ട് ആ കുട്ടികളുടെ പേര് എഴുതി നോക്കിയാലും ഇപ്പൊ ഒരു ക്ലാസ്സിൽ 50 ബോയ്സ് ഉണ്ടെങ്കിൽ ആ 50 പേരല്ലേ എന്റെ പേപ്പറിലും നിങ്ങളുടെ പേപ്പറിലും വരുത്തുള്ളൂ. സോ ഇറ്റ് ഈസ് എ സെറ്റ്. അതെന്താണ്? സെറ്റ് ആണ്. ഇപ്പൊ അതിന്റെ കൂടെ ചേർക്കുക ദ സെറ്റ് ഓഫ് ഓൾ മോസ്റ്റ് ബ്രില്യന്റ് ബോയ്സ് ഇൻ യുവർ ക്ലാസ്. അപ്പൊ അത് സെറ്റ് ആവുമോ? ആവത്തില്ല. പിടികിട്ടിയില്ലേ? അപ്പം ഇത്രേ ഉള്ളൂ. ഞാൻ നോക്കുമ്പോഴും നിങ്ങൾ നോക്കുമ്പോഴും ഒരേ ഉത്തരം കിട്ടണം. സോ ദ സെറ്റ് ഓഫ് ഓൾ ബോയ്സ് ഇൻ യുവർ ക്ലാസ് എന്ന് പറഞ്ഞാൽ ഞാൻ എഴുതിയാലും അതേ 50 പേരാ, നിങ്ങൾ എഴുതിയാലും അതേ 50 പേരാ. സോ ഇറ്റ് ഈസ് എ സെറ്റ്. അതെന്താണ്? ഒരു സെറ്റ് ആണ്. ക്ലിയർ അല്ലേ മക്കളെ? എങ്കിൽ അടുത്തതിലോട്ട് നോക്കാം. അഞ്ചാമത്തെ പറയുന്നത് ഇതാണ്. ദ കളക്ഷൻ ഓഫ് ഓൾ നാച്ചുറൽ നമ്പേഴ്സ് ലെസ് ദാൻ 100. 100-നേക്കാൾ ചെറിയ നാച്ചുറൽ നമ്പേഴ്സ്. ഇത് ജസ്റ്റ് ഒന്ന് എഴുതുന്നു, ഇത് സെറ്റ് ആണ്. സോ ഇറ്റ് ഈസ് എ സെറ്റ്. ഓക്കെ, ദ കളക്ഷൻ ഓഫ് ഓൾ നാച്ചുറൽ നമ്പേഴ്സ് ലെസ് ദാൻ 100. 100-ൽ താഴെയുള്ള നാച്ചുറൽ നമ്പേഴ്സ്. മക്കളെ, അത് ഞാൻ പറയാം എന്തൊക്കെ കിട്ടും. 100-ന് താഴെയുള്ള നാച്ചുറൽ നമ്പേഴ്സ് ഏതൊക്കെയാ? 1 മുതൽ 99 വരെ. നാച്ചുറൽ നമ്പേഴ്സ് എന്ന് വെച്ചാൽ ഏതാ? കൗണ്ടിങ് നമ്പേഴ്സ് എന്ന് മറ്റൊരു രീതിയിൽ വിളിക്കാറുണ്ട്. എന്തുവാ സംഭവം? 1, 2, 3, 4 എണ്ണാൻ ഉപയോഗിക്കുന്ന നമ്പേഴ്സ്. മലയാളം മീഡിയംകാർക്ക് അന്ന് മീൻസ് മലയാളത്തിൽ നിന്ന് വന്നവർക്ക് എണ്ണൽ സംഖ്യകൾ എന്ന് അവർ പഠിച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ എന്താണ് നാച്ചുറൽ നമ്പേഴ്സ് നിങ്ങൾക്ക് അറിയാം. സോ 100-ന് താഴെയുള്ള നാച്ചുറൽ നമ്പേഴ്സ് ഏതൊക്കെയാ? 1 തൊട്ട് 99 വരെ. അതിപ്പോ ഞാൻ എഴുതിയാലും 1 തൊട്ട് 99 വരാ, നിങ്ങൾ എഴുതിയാലും 1 തൊട്ട് 99 വരാ. ഇനി തിരിച്ച് 99 തൊട്ട് 1 വരെ എന്ന് പറഞ്ഞാലും നമ്പേഴ്സ് ഇത് തന്നെയല്ലേ മക്കളെ? ആകെ ഈ 99 നമ്പേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സ് ചെയ്ത് എഴുതാൻ പറ്റൂന്നല്ലേ ഉള്ളൂ. സോ ഇറ്റ് ഈസ് എ സെറ്റ്. അതെന്താണ്? ഒരു സെറ്റ് ആണ്. കാരണം അത് വെൽ ഡിഫൈൻഡ് ആണ്. ഓക്കെ, അടുത്തത് എ കളക്ഷൻ ഓഫ് നോവൽസ് റിട്ടൺ ബൈ ദ റൈറ്റർ മുൻഷി പ്രേംചന്ദ്. മുൻഷി പ്രേംചന്ദ് എന്ന് വിളിക്കുന്ന ഒരു പുള്ളിക്കാരൻ എഴുതിയേക്കുന്ന അല്ലെങ്കിൽ ആ ഒരു പോയിറ്റ് എഴുതിയേക്കുന്ന നോവൽസ്. ഓക്കെ, ദ ബെസ്റ്റ് നോവൽസ് ഒന്നും അല്ല പറഞ്ഞേക്കുന്നത്, നോവൽസ്. സോ ആ നോവലിന്റെ ലിസ്റ്റിലോട്ട് പുള്ളിക്കാരൻ ഏതൊക്കെ നോവൽ എഴുതിയിട്ടുണ്ടോ അതിനെ എല്ലാം കൂട്ടാം. പുള്ളിക്കാരൻ ഇൻ ടോട്ടൽ പുള്ളിക്കാരന്റെ ലൈഫ് സ്പാനിൽ 10 നോവൽ എഴുതിയിട്ടുണ്ടെന്ന് വെച്ചോ.
അപ്പൊ സ്വാഭാവികമായിട്ടും എന്റെ കളക്ഷനിലും ആ 10 പേരെ കാണത്തുള്ളൂ, നിങ്ങളുടെ കളക്ഷനിലും ആ 10 പേരെ കാണത്തുള്ളൂ. അതിനകത്താണ് ബെസ്റ്റ് നോവൽ എന്ന് പറഞ്ഞായിരുന്നെങ്കിൽ കളി മാറിയേനെ. എന്തുവാ, ആ ബെസ്റ്റ് ഞാനാ തീരുമാനിക്കുന്നത്, ശരിയല്ലേ? അപ്പൊ അത് സെറ്റ് ആവത്തില്ല. പക്ഷെ ഇതിലെന്തോ പറഞ്ഞേക്കുന്നേ, കളക്ഷൻ ഓഫ് നോവൽസ്. അതിപ്പോ എത്രയാണോ അത്രയും വരും. 11 എണ്ണം ഉണ്ടെങ്കിൽ 11 എണ്ണം വരും. 50 എണ്ണം എഴുതിയിട്ടുണ്ടെങ്കിൽ 50 എണ്ണം അവിടെ വരും. സോ ഇറ്റ് ഈസ് എ സെറ്റ്. ഇതെന്താണ്? ഒരു സെറ്റ് ആണ്, ശരിയല്ലേ? അടുത്ത പറയുന്നു, ദ കളക്ഷൻ ഓഫ് ഓൾ ഈവൻ ഇന്റിജേഴ്സ്. ഈവൻ ഇന്റിജേഴ്സ് ഏതൊക്കെ വരും? 2, 4, 6, 8, 10 എന്ന് പറഞ്ഞ് തുടങ്ങുന്ന ഈവൻ നമ്പേഴ്സിനെ എല്ലാം കൂടെ ഒരു കളക്ഷൻ ആയിട്ട് എടുത്തു വെക്കുന്നു. ഇതിപ്പോ ഞാൻ എഴുതിയാലും ഇതേ 2, 4, 6, 8 നിങ്ങൾ എഴുതിയാലും എന്ത് തന്നെ 2, 4, 6, 8. എവിടെ വരെ എന്ന് പറഞ്ഞിട്ടില്ല. സോ ഞാൻ എഴുതിയാലും 2, 4, 6, 8 കുത്തെന്ന് എഴുതും. നിങ്ങൾ എഴുതിയാലും 2, 4, 6, 8 കുത്തെന്ന് എഴുതും, ശരിയല്ലയോ? അപ്പൊ അതും എന്ത് തന്നെയാണ്? ഒരു സെറ്റ് തന്നെയാണ്. മക്കളെ, ഓർക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. ക്വാളിറ്റി എന്നൊരു സാധനം വന്നാൽ, ബെസ്റ്റ്, ബ്രില്യന്റ് അല്ലെങ്കിൽ ഫാന്റാസ്റ്റിക്, അങ്ങനെയൊക്കെ എന്തെങ്കിലും ക്വാളിറ്റി അളക്കുന്ന വാക്കുകൾ വന്നാൽ അതെന്തല്ലാതാകും? സെറ്റ് അല്ലാതാകും. ക്വാളിറ്റി വരാത്ത എന്ത് സാധനവും, അതായത് സ്പെസിഫിക് ആയിട്ടുള്ള ഒരു കണക്കുള്ള എന്ത് സാധനവും നമുക്ക് എന്തായിട്ട് കൂട്ടാം? സെറ്റ് ആയിട്ട് കൂട്ടാം. സോ വാട്ട് യു മീൻ ബൈ എ സെറ്റ് എന്ന് നോക്കിയാൽ എ വെൽ ഡിഫൈൻഡ് കളക്ഷൻ എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി അല്ലേ? അപ്പൊ എന്താണ് സെറ്റ്, സെറ്റിന്റെ എക്സാമ്പിൾസ് എങ്ങനെ വരാം എന്നൊക്കെ നമ്മൾ പഠിച്ചു. അപ്പൊ നമ്മൾ കുറെ നേരമായിട്ട് സെറ്റ് 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 എന്ന് പറയുന്നു. എന്താണ് ഈ മറ്റു നമ്പേഴ്സിനില്ലാതെ സെറ്റിനുള്ളൊരു പ്രത്യേകത? ഇപ്പൊ സെറ്റ് ഓഫ് ഓൾ നാച്ചുറൽ നമ്പേഴ്സ് നമ്മൾ പണ്ട് കൊച്ചുനാൾ മുതലേ കാണുന്നതാ. പക്ഷെ അതിനെ സെറ്റ് ഓഫ് ഓൾ നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ എന്താണ് വ്യത്യാസം വരുന്നത്? ഇതിനെ പറ്റി നമുക്കൊരു ഡിസ്കഷൻ നടത്താം. ഓക്കെ, സോ അടുത്ത നമ്മുടെ ടോപ്പിക്കായിട്ട് വരുന്നതാണ് റെപ്രസെന്റേഷൻ ഓഫ് സെറ്റ്, അല്ലെ? ഒരു സെറ്റിനെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? സോ റെപ്രസെന്റേഷൻ ഓഫ് സെറ്റിനകത്ത് വരുന്ന കാര്യങ്ങളാണ്, അല്ലെങ്കിൽ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാമെന്ന് ചോദിച്ചാൽ 2 ടൈപ്പ് ഓഫ് റെപ്രസെന്റേഷൻ ആണ് മക്കളെ നമുക്കുള്ളത്. സോ ഒന്നാമത്തെ റെപ്രസെന്റേഷന്റെ പേരാണ് സെറ്റ് ബിൽഡർ ഫോം. എന്താണ്? സെറ്റ് ബിൽഡർ ഫോം. രണ്ടാമത്തെ സെറ്റിന്റെ പേരാണ് റോസ്റ്റർ ഫോം. രണ്ടാമത്തെ റെപ്രസെന്റേഷന്റെ പേരാണ് റോസ്റ്റർ ഫോം. അതിനെ മറ്റൊരു രീതിയിൽ ടാബുലർ ഫോം എന്നും പറയാറുണ്ട്. സോ അത് ലീസ്റ്റ് യൂസ്ഡ് ആണ്. എന്നാലും ആ പേരൊന്ന് ഓർത്ത് വെച്ചേക്കാം. ഇപ്പോഴത്തെ ക്വസ്റ്റ്യന്റെ പാറ്റേൺ അനുസരിച്ച് ചിലപ്പോൾ അതായിരിക്കും ചോദിക്കുന്നത്, പറയാൻ പറ്റത്തില്ലെന്നേ നമുക്ക്. അപ്പൊ ഒന്നാമത്തേതാണ് സെറ്റ് ബിൽഡർ ഫോം, രണ്ടാമത്തെയാണ് റോസ്റ്റർ ഫോം. പേരിൽ ഇങ്ങനെ 2 വൈവിധ്യം കൊണ്ടുവന്നു എങ്കിലും കണക്ക് പറയുകയാണെങ്കിൽ രണ്ടും സെയിം ആണ്. ഫോർ എക്സാമ്പിൾ ഞാൻ പറയുക, the set of all vowels എന്തുവാ? നമ്മുടെ ഇംഗ്ലീഷിലെ ഇംഗ്ലീഷ് ആൽഫബറ്റ്സ്. ഓക്കെ, നമ്മുടെ ഇംഗ്ലീഷ് ആൽഫബറ്റിലെ വവൽസിന്റെ സെറ്റ്. ഓക്കെ, നിങ്ങൾക്ക് തന്നെ മനസ്സിലായി. ദാ ഈ എഴുതി വെച്ചേക്കുന്നതിനകത്ത് ഒരാളെയും ഞാൻ മെൻഷൻ ചെയ്തിട്ടില്ല. ചെയ്തിട്ടുണ്ടോ? ഇല്ല. ദ സെറ്റ് ഓഫ് ഓൾ വവൽസ് എന്ന് ഇംഗ്ലീഷിലെ വവൽസിനെ എടുത്തു വെക്കുന്നു എന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഇങ്ങനെ ഒരു സെറ്റിനെ ബിൽഡ് ചെയ്ത് പറയുക അല്ലെങ്കിൽ ഡിഫൈൻ ചെയ്ത് പറയുക, ഇതിനെയാണ് സെറ്റ് ബിൽഡർ ഫോം എന്ന് വിളിക്കുന്നത്. അതായത് ചുരുക്കം പറഞ്ഞ ഈ എഴുതി വെച്ചേക്കുന്നത് എന്താണ്? ഒരു സെറ്റ് ബിൽഡർ ഫോം ആണ്. നേരത്തെ നമ്മൾ ചോദ്യങ്ങളിലെല്ലാം ഡിസ്കസ് ചെയ്തു. ദ സെറ്റ് ഓഫ് ഓൾ നാച്ചുറൽ നമ്പേഴ്സ് ലെസ് ദാൻ 100 സെറ്റ് ബിൽഡർ ഫോം ആണ്. അതായത് ഇംഗ്ലീഷ് സ്റ്റേറ്റ്മെന്റുകൾ ഉപയോഗിച്ചോ അല്ലെങ്കിൽ മറ്റു രീതികളിലോ, മറ്റു രീതി നമ്മളിപ്പോ പറയും, ഓക്കെ, ആ മറ്റു രീതികളിലോ ഡിഫൈൻ ചെയ്ത് വെച്ചേക്കുന്ന ആ ഒരു മെത്തേഡ്, അയാളെ വിളിക്കുന്ന പേരാണ് സെറ്റ് ബിൽഡർ ഫോം. അപ്പൊ ചുരുക്കം പറഞ്ഞ ഈ എഴുതി വെച്ചേക്കുന്നതിനെ വിളിച്ച പേരാണ് എന്ത്? സെറ്റ് ബിൽഡർ ഫോം. സെറ്റ് ബിൽഡർ ഫോം എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ, സെറ്റിനെ ബിൽഡ് ചെയ്യാൻ വേണ്ടിയുള്ള ഡെഫിനിഷൻ. അതാണ് എന്ത്? സെറ്റ് ബിൽഡർ ഫോം. ഓക്കെ, അപ്പൊ രണ്ടാമത്തെ വാക്കാണ് റോസ്റ്റർ ഫോം. എന്താണ് റോസ്റ്റർ ഫോം? അല്ലേ? അപ്പൊ റോസ്റ്റർ ഫോം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാം. ഈ എഴുതി വെച്ചേക്കുന്ന സെറ്റ് ഓഫ് ഓൾ വവൽസ് ഇൻ ഇംഗ്ലീഷ് എന്ന് ചോദിച്ചാൽ ആരൊക്കെയാ മക്കളെ? എ ഉണ്ട്, ഇ ഉണ്ട്, ഐ ഉണ്ട്, ഓ ഉണ്ട്, യു ഉണ്ട്, ശരിയല്ലേ? സോ എ, ഇ, ഐ, ഓ, യു. ഈ ഓരോരുത്തരെയും ഞാൻ എടുത്തെഴുതി വെച്ചു. ടെക്നിക്കലി സ്പീക്കിംഗ് ഈ മണ്ടക്ക് എഴുതി വെച്ചേക്കുന്ന സാധനവും താഴെ എഴുതി വെച്ചേക്കുന്ന സാധനവും സെയിമാ, അല്ലയോ? വവൽസിന് ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാലും
AEIOU എന്ന് പറഞ്ഞാലും സാധനങ്ങൾ എന്തുവാ? രണ്ടും വവ്വൽസാ. വവ്വൽസിനെ ഒരെണ്ണത്തിൽ വവ്വൽസ് എന്ന് എടുത്തു പറഞ്ഞു, രണ്ടാമത് വവ്വൽസ് എന്ന് എടുത്തു പറഞ്ഞില്ല, പകരം അവരെ ഇങ്ങോട്ട് എഴുതി വെച്ചു. ശരിയല്ലയോ? ഇങ്ങനെ എഴുതുന്ന ഇവരെ വിളിച്ച പേരാണ് റോസ്റ്റർ ഫോം. സോ ഡിഫൈൻ ചെയ്ത് പറയുന്നത് സെറ്റ് ബിൽഡർ ഫോം. ആ ഡെഫിനിഷൻ അനുസരിക്കുന്നവരെ എടുത്തെഴുതി വെച്ചാൽ റോസ്റ്റർ ഫോം. ഇനി റോസ്റ്റർ ഫോമിൽ ചെറിയൊരു പ്രത്യേകതയുണ്ട്. ഈ ഓരോരുത്തരെയും ഞാൻ കോമ ഇട്ട് ഡിഫൈൻ സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് അങ്ങനെ തന്നെ വേണം. അതിനോടൊപ്പം ഇതൊരു സെറ്റ് ആകണമെങ്കിൽ ദാ അവിടെ ഇങ്ങനൊരു ബ്രാക്കറ്റ് കൂടെ ആവശ്യമായിട്ടുണ്ട്. സോ ഈ ഒരു ബ്രാക്കറ്റിനുള്ളിൽ ഈ ആൾക്കാരെ എഴുതി വെച്ചാൽ അതിനെ വിളിച്ച പേരാണ് റോസ്റ്റർ ഫോം. എന്തെന്ന പേര് വിളിച്ചത്? റോസ്റ്റർ ഫോം. മറക്കരുത്. ഓക്കെ അല്ലയോ? അപ്പൊ എന്തുവാ സെറ്റ് ബിൽഡർ ഫോം? സെറ്റിനെ ഡിഫൈൻ ചെയ്ത് വെച്ചേക്കുന്ന ആ ഒരു ഫോം. അത് ഇംഗ്ലീഷ് വാക്കുകളാവാം, അല്ലെങ്കിൽ ഇംഗ്ലീഷ് സ്റ്റേറ്റ്മെന്റ്സ് ആവാം, അല്ലെങ്കിൽ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻസ് ആവാം. എങ്ങനെ വേണമെങ്കിലും എഴുതാം, പക്ഷെ ഉത്തരം കിട്ടിയാൽ മതി. ഓക്കെ, ഇതാണ് സെറ്റ് ബിൽഡർ ഫോം. എന്താണ് റോസ്റ്റർ ഫോം എന്ന് ചോദിച്ചാൽ ആ സെറ്റ് ബിൽഡർ ഫോം പറഞ്ഞേക്കുന്ന ആൾക്കാരെ അനുസരിക്കണം. ആ ഡെഫിനിഷൻ അനുസരിക്കുന്ന ആൾക്കാരെ ഒരു കോമ ഇട്ട് സെപ്പറേറ്റ് ചെയ്ത് ഇതേപോലൊരു കേളി ബ്രാക്കറ്റ് എന്നാണ് അതിന്റെ ടേം. ഈ ബ്രാക്കറ്റിനെ വിളിക്കുന്ന പേര് അങ്ങനെ കേളി ബ്രാക്കറ്റ്. നമുക്ക് വേണമെങ്കിൽ ഇതിനെ സെറ്റ് ബ്രാക്കറ്റ് എന്ന് വിളിക്കാം. അപ്പൊ ഈ സെറ്റ് ബ്രാക്കറ്റിൽ ഇങ്ങനെ ഇട്ട് വെക്കുകയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് റോസ്റ്റർ ഫോം. ഓക്കെ അല്ലേ? ഇനി വേണമെങ്കിൽ ദ റെപ്രസെന്റേഷൻ എന്ന് പറഞ്ഞത് കൊണ്ട് ഇവർക്ക് ഓരോ പേര് കൊടുക്കാം. ശരിയല്ലയോ? ഈ പേരെന്ന് വിളിക്കുന്ന സാധനം എല്ലായ്പ്പോഴും ഇംഗ്ലീഷ് അക്ഷരത്തിലെ ക്യാപിറ്റൽ ലെറ്ററുകളായിരിക്കും മോസ്റ്റ്ലി ഉപയോഗിക്കുന്നത്. സോ A ഈക്വൽ ടു ദ സെറ്റ് ഓഫ് ഓൾ വവൽസ് ഇൻ ഇംഗ്ലീഷ് അല്ലെ? ഇനി ഇവിടെയും അതേ A ഈക്വൽ ടു തന്നെയാണ് AEIOU, the set AEIOU. സോ ഈ ഒരു സെറ്റ് ബ്രാക്കറ്റ് നിങ്ങൾ ഇട്ട് പഠിച്ചേ പറ്റത്തുള്ളൂ. +1 ക്ലാസ്സുകളിലെ ദ മോസ്റ്റ് ഡിഫിക്കൽട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഫസ്റ്റ് തിങ് എന്ന് വിളിക്കുന്നത് ഈ സാധനം സെറ്റ് ബ്രാക്കറ്റ് ഇട്ട് പഠിക്കുക എന്നുള്ളത്. കാര്യം നമ്മൾ ഇങ്ങനെ ഒരു ബ്രാക്കറ്റ് ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല. ശരിയല്ലയോ? സാധാ നോർമൽ ബ്രാക്കറ്റ് യൂസ് ചെയ്തിട്ടുണ്ട്, സ്ക്വയർ ബ്രാക്കറ്റ് യൂസ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയുള്ള കേളി ബ്രാക്കറ്റുകൾ നമ്മൾ അങ്ങനെ യൂസ് ചെയ്തിട്ടില്ല. സോ ഫസ്റ്റ് ഓഫ് ഓൾ എന്ത് ചെയ്യുക? ഈ സെറ്റ് ബ്രാക്കറ്റ് ഇട്ട് പഠിക്കുക. കാരണം നിങ്ങളുടെ +2 അവസാനത്തെ പാഠം വരെയും നമുക്ക് ഈ സെറ്റ് ബ്രാക്കറ്റ് ആവശ്യമുണ്ട്. സോ +1 തുടങ്ങുന്ന സാധനം +2 അവസാനം വരെ നമുക്ക് ആവശ്യമുള്ളതാണ്. സോ ഈ കേളി ബ്രാക്കറ്റ് ഇട്ട് പഠിക്കുക. അപ്പൊ നമ്മൾ 2 റെപ്രസെന്റേഷനെ പറ്റി പറഞ്ഞു. ഒന്ന് സെറ്റ് ബിൽഡർ ഫോം, 2 റോസ്റ്റർ ഫോം. എന്താണ് സെറ്റ് ബിൽഡർ ഫോം? സെറ്റിനെ ബിൽഡ് ചെയ്ത് വെച്ചേക്കുന്ന ഡെഫിനിഷൻ, അതിനെ വിളിച്ച പേരാണ് സെറ്റ് ബിൽഡർ ഫോം. എന്താണ് റോസ്റ്റർ ഫോം? ആ റോസ്റ്റർ ഫോം എന്ന് വെച്ചാൽ സെറ്റ് ബിൽഡർ ഫോമിൽ പറഞ്ഞേക്കുന്ന ആൾക്കാരെ ഡിഫൈൻ ചെയ്ത് താഴോട്ടൊന്ന് എടുത്തെഴുതി കോമ കൊണ്ട് സെപ്പറേറ്റ് ചെയ്താൽ അവിടെ സെറ്റ് ബ്രാക്കറ്റും കൂടി ഇട്ട് വെച്ചാൽ അതിനെ വിളിച്ച പേരാണ് എന്ത്? റോസ്റ്റർ ഫോം. ഓർത്തു വെച്ചേക്കുക. ക്ലിയർ അല്ലേ മക്കളെ? ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണെങ്കിൽ തൊട്ടടുത്ത ഇതിനോട് കൂടി ചേർത്ത് വെക്കാൻ പറ്റുന്ന ഒരു വാക്കാണ് എലമെന്റ്. നിങ്ങൾ കെമിസ്ട്രിക്കകത്തും ഫിസിക്സിനകത്തും ഒക്കെ ഈ ഒരു വാക്ക് സ്ഥിരം കേട്ടിരിക്കുന്നു. എന്നാൽ എന്താണ് എലമെന്റ് എന്ന് ചോദിച്ചാൽ ഇപ്പൊ അതാണ് നമ്മൾ തൊട്ട് മുന്നേ എഴുതിയ AEIOU ഇതായിരുന്നല്ലോ നമ്മുടെ ആ സെറ്റ് എന്ന് വിളിക്കുന്നത്. ഇച്ചിരി കുഞ്ഞു ബ്രാക്കറ്റ് ആയി പോയില്ലയോ? നമുക്ക് വലുതാക്കാം. ഓക്കെ, അപ്പൊ AEIOU എന്ന് വിളിക്കുന്ന ഈ റോസ്റ്റർ ഫോമിൽ എഴുതി വെച്ചേക്കുന്ന ആൾക്കാർ. ഓക്കെ, ഇതിൽ ഓരോരുത്തരെയും വിളിച്ച പേരാണ് എലമെന്റ്. സോ A ഈസ് an element. ഇപ്പൊ ഇവിടെ ക്യാപിറ്റൽ A എന്ന് നമ്മൾ പേര് കൊടുത്താൽ A ഒരു എലമെന്റ് ആണ്, E ഒരു എലമെന്റ് ആണ്, I ഒരു എലമെന്റ് ആണ്, O ഒരു എലമെന്റ് ആണ്, U ഒരു എലമെന്റ് ആണ്. സോ ഈ ഓരോ ഇൻഡിവിജ്വൽസിനെയും ഓരോ എലമെന്റ് എന്ന് പറയാം. ദ സെറ്റ് ഓഫ് ഓൾ ബോയ്സ് അല്ലെങ്കിൽ ഗേൾസ് അല്ലെങ്കിൽ സ്റ്റുഡൻസ് എടുത്തോ. ദ സെറ്റ് ഓഫ് ഓൾ സ്റ്റുഡൻസ് ഇൻ യുവർ ക്ലാസ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ക്ലാസ്സിലെ ഓരോരുത്തരെയും ലിസ്റ്റ് ചെയ്യുക, അതാണല്ലോ അർത്ഥം. ആ ലിസ്റ്റില് ഓരോരുത്തരും ഓരോ എലമെന്റ് ആണ്. ഇൻക്ലൂഡ്സ് യു, നിങ്ങളും അതിനകത്തൊരു എലമെന്റ് ആണ്. കാര്യം നിങ്ങളുടെ ക്ലാസ് നിങ്ങളും വരുമല്ലയോ? അപ്പൊ എലമെന്റ് എന്താണ് എന്ന് ചോദിച്ചാൽ ഒരു സെറ്റിലെ ഓരോ ഇൻഡിവിജ്വൽസിനെയും വിളിക്കുന്ന പേരാണ് എന്ത്? എലമെന്റ്. സോ റോസ്റ്റർ ഫോം എന്താണ് എന്ന് ചോദിച്ചാൽ ഇങ്ങനെയും പറയാം. എലമെന്റുകളെ കോമയിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ആ ഒരു സെറ്റപ്പിനെ വിളിച്ച പേരാണ് റോസ്റ്റർ ഫോം. ശരിയല്ലേ?
ഇനി ഈ എലമെന്റിനെ ഏത് അക്ഷരം ഉപയോഗിച്ച് സൂചിപ്പിക്കും അതോടെ ഒന്ന് സൂചിപ്പിച്ച് വെച്ചേക്കാം, അല്ലെങ്കിൽ പഠിച്ചു വെക്കുക. എലമെന്റിനെ സൂചിപ്പിക്കുന്ന ലെറ്റർ ഇങ്ങനെയാണ്, ഒരു സി പോലെ എഴുതിയിട്ട് നടുക്കൊരു വര. ടെക്നിക്കലി ഇ എന്ന് പറയാം, ശരിയല്ലേ? പക്ഷെ ഇതിങ്ങനെ തന്നെ ഇട്ട് വെക്കുക. ഇവിടെ നോക്കുകയാണെങ്കിൽ എ, സ്മോൾ ലെറ്റർ എ അല്ലയോ, ഒരു എലമെന്റ് ആണ്. ആരുടെ എലമെന്റ് ആണ്? ക്യാപിറ്റൽ എയുടെ. ഇങ്ങനെ എഴുതാം, ഇത്രയേ ഉള്ളൂ കാര്യം. സോ ഇ എലമെന്റ് ഓഫ് എ, പിടികിട്ടിയോ? ഐ എലമെന്റ് ഓഫ് എ. പക്ഷേ ബി എലമെന്റ് ഓഫ് എ ശരിയാണോ തെറ്റാണോ? ബി എന്ന് വിളിക്കുന്ന അക്ഷരം ഈ പറയുന്ന സെറ്റിൽ എവിടെങ്കിലും വരുന്നുണ്ടോ? ഇല്ല. സോ ബി എലമെന്റ് ഓഫ് എ എന്ന് വിളിച്ചാൽ തെറ്റല്ലയോ? ബി എലമെന്റ് ആണോ? അല്ല. സോ നോട്ട് ആൻ എലമെന്റ് എന്ന് നമുക്ക് ഇങ്ങനെ എഴുതാം. സോ എലമെന്റ് ഉള്ളതിന് നമ്മൾ ഈ ചിഹ്നം ഇടും, എലമെന്റ് അല്ലാത്തതിന് ഈ ചിഹ്നം ഇടും. എങ്ങനെയാ? ഈ പോലെ എഴുതിയിട്ട് വെട്ടിക്കളയും. അപ്പം എലമെന്റ് അല്ല എന്ന അർത്ഥത്തിലോട്ട് കിട്ടി. വളരെ ബുദ്ധിമുട്ടുള്ള കാര്യം വല്ലതാണോ? ഈസി ആയിട്ട് ഓർത്തു വെക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ലേ? അപ്പൊ ഓർക്കുക, സെറ്റിന്റെ റെപ്രസെന്റേഷൻ രണ്ട് രീതി എന്തൊക്കെയാ? സെറ്റ് ബിൽഡർ ഫോമും റോസ്റ്റർ ഫോമും. റോസ്റ്റർ ഫോമിലെ ഓരോരുത്തരെയും വിളിക്കുന്ന പേരാണ് എന്ത്? എലമെന്റ്. എലമെന്റിനെ റെപ്രസെന്റ് ചെയ്യുന്ന ലെറ്റർ ആണ് ഈ കിടക്കുന്ന ഈ പോലുള്ള സാധനം, ശരിയല്ലയോ? എലമെന്റ് ആണെങ്കിൽ ഇങ്ങനെ എഴുതും, എലമെന്റ് അല്ല എങ്കിൽ എലമെന്റ് ചിഹ്നം എഴുതിയിട്ട് വെട്ടിക്കളയും. ഇത്രയുമാണ് ഒരു സെറ്റിന്റെ ഏറ്റവും ഫണ്ടമെന്റൽ തിങ്സ് അല്ലെങ്കിൽ ബേസ് കാര്യങ്ങൾ എന്ന് വിളിക്കുന്നത്. എന്തൊക്കെയാ? സെറ്റ് പറഞ്ഞു, എ വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഒബ്ജക്ട്സ്, അതിന്റെ റെപ്രസെന്റേഷൻ പറഞ്ഞു, പേര് കൊടുക്കാൻ പറഞ്ഞു, ആൻഡ് ഓഫ് കോഴ്സ് എലമെന്റുകൾ എന്താന്ന് പറഞ്ഞു. ഓക്കെ അല്ലേ? ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഇതുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസ് ആണ്. അതായത് ആദ്യത്തെ എക്സസൈസുകൾ നിങ്ങളുടെ ഈ അക്കാഡമിക് ഇയറിലെ. ഓക്കെ, ഓൾറെഡി നമ്മൾ എക്സസൈസുകൾ തുടങ്ങിയിരുന്നു, എന്നാൽ അതിന്റെ ബാക്കി. അപ്പൊ പ്രോബ്ലങ്ങളിലേക്ക് പോകുന്ന മുന്നേ നമുക്ക് കുറച്ച് സെറ്റുകളെ പരിചയപ്പെടാനുണ്ട്. അപ്പൊ അതൊന്ന് പരിചയപ്പെട്ടതിന് ശേഷം ബാക്കി പ്രോബ്ലംസിലേക്ക് നമുക്ക് പോവാം. ഓക്കെ അല്ലേ? സോ ഇത് കുറച്ച് പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള സെറ്റുകളാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു ഇംഗ്ലീഷ് അക്ഷരങ്ങളെ ഉപയോഗിച്ചാണ് നമുക്ക് സെറ്റിന് പേര് കൊടുക്കുന്നതെന്ന്, ശരിയല്ലേ? അപ്പൊ ആ ഇംഗ്ലീഷ് അക്ഷരങ്ങൾക്ക് പേര് ഉപയോഗിച്ചതിനകത്ത് ചില അക്ഷരങ്ങളെ നമ്മൾ ചില നമ്പർ സിസ്റ്റങ്ങൾക്ക് വേണ്ടി മാറ്റി വെച്ചിരിക്കുന്നു. അങ്ങനെയുള്ളതിൽ വെച്ചിട്ട് ഒന്നാമത്തതാണ് എൻ എന്ന് വിളിക്കുന്ന അക്ഷരം. സോ എന്ന് കേൾക്കുമ്പോഴേ നിങ്ങൾക്ക് അറിയാം അതിന്റെ ഫസ്റ്റ് ലെറ്റർ വെച്ച് നാച്ചുറൽ നമ്പേഴ്സ്. എന്താണ് മക്കളെ നാച്ചുറൽ നമ്പേഴ്സ് എന്ന് വെച്ചാൽ? എണ്ണൽ സംഖ്യകൾ, എണ്ണാൻ ഉപയോഗിക്കുന്ന സംഖ്യകൾ. എന്തായിരുന്നു എണ്ണൽ സംഖ്യകൾ എന്ന് വെച്ചാല് 1 2 3 അങ്ങനെ പോകുന്ന നമ്പറുകൾ. സോ 1 2 3 4 അങ്ങനെ തുടങ്ങി ഇൻഫിനിറ്റിയിൽ വരെ പോകുന്ന ആ ഒരു സെറ്റിനെ വിളിച്ച അല്ലെങ്കിൽ ആ ഒരു സെറ്റിന് കൊടുക്കുന്ന പേരാണ് ക്യാപിറ്റൽ എൻ. സോ എൻ എന്ന് കണ്ടാൽ ഇനി വിചാരിച്ചേക്കുക എന്താണ്? നാച്ചുറൽ നമ്പേഴ്സിന്റെ സെറ്റാണ്. ആരുടെ സെറ്റാണ്? നാച്ചുറൽ നമ്പേഴ്സിന്റെ സെറ്റിനെ വിളിച്ച പേരാണ് ക്യാപിറ്റൽ എൻ. ഇതേപോലെ സെക്കൻഡ് സെറ്റ് ആയിട്ട് വരുന്നതാണ് ഇസഡ് എന്ന് വിളിക്കുന്ന അക്ഷരം. ഈ ഇസഡ് എന്ന് വിളിക്കുന്ന അക്ഷരം ദ സെറ്റ് ഓഫ് ഓൾ ഇന്റിജേഴ്സിനെ റെപ്രസെന്റ് ചെയ്യുന്നു. ഇന്റിജേഴ്സിനെ നിങ്ങൾക്ക് അറിയാം, 0 1 2 3 4 എക്സെട്ര. അങ്ങോട്ടുണ്ട് ഇൻഫിനിറ്റി വരെ ഉണ്ട്. ഇങ്ങോട്ട് -1 -2 -3 അങ്ങനെ നെഗറ്റീവ് ഇൻഫിനിറ്റി വരെയും ഉണ്ട്. ചുരുക്കം പറഞ്ഞാൽ നെഗറ്റീവ് നമ്പേഴ്സും പോസിറ്റീവ് നമ്പേഴ്സും ഓൾ ടുഗദർ കൂടി 0യും കൂടി ഇട്ട് വെച്ചാൽ അതിനെ നമുക്ക് ഇന്റിജേഴ്സ് എന്ന പേരിട്ട് വിളിക്കാം. അതിനെ സൂചിപ്പിക്കുന്ന ലെറ്റർ ആണ് ഇസഡ് എന്ന് വിളിക്കുന്നത്. ഓക്കെ അല്ലേ? മൂന്നാമത്തതാണ് ക്യൂ. അപ്പൊ ക്യൂ എന്ന് കേട്ടാൽ അത് ആദ്യം ഓർമ്മ വരേണ്ടത് റാഷണൽ നമ്പേഴ്സിനെയാണ്. എന്താണ് റാഷണൽ നമ്പേഴ്സ് എന്ന് ചോദിച്ചാൽ നിങ്ങൾ പണ്ട് 8 9 തൊട്ട് പഠിച്ചു വരുന്ന നമ്പേഴ്സ് ആണ് ഫ്രാക്ഷൻസ്. അതായത് a/b രൂപത്തിലുള്ള നമ്പേഴ്സ് വേർ b നോട്ട് ഈക്വൽ ടു 0. ചുരുക്കം പറഞ്ഞ ഫ്രാക്ഷണൽ ഫോമിൽ വരുന്ന നമ്പേഴ്സ്. അതിപ്പം ഈ പറഞ്ഞ തൊട്ടുമേലെ പറഞ്ഞ ഇന്റിജേഴ്സും നാച്ചുറൽ നമ്പേഴ്സും എല്ലാം ആരിൽ തന്നെ വരുന്നയാ? റാഷണൽ നമ്പേഴ്സ് വരുന്നയാ. പ്ലസ് അതിന്റെ കൂടെ ആരും കൂടെ വരും? ഫ്രാക്ഷൻസും കൂടെ വരും. പിടികിട്ടിയില്ലേ? അപ്പം അതിനെ സൂചിപ്പിക്കുന്ന ലെറ്റർ ആണ് ക്യൂ. ഓക്കെ, ആൻഡ് ദ ലാസ്റ്റ് വൺ റിയൽ നമ്പർ സിസ്റ്റം. സോ നിങ്ങൾക്ക് പഠിക്കാനുള്ളതിൽ വെച്ച് നിലവിൽ പഠിച്ചേക്കുന്ന ഏറ്റവും വലിയ സെറ്റ് ആണ് റിയൽ നമ്പേഴ്സ്. റിയൽ നമ്പേഴ്സ് ഇൻക്ലൂഡ്സ്
all the above number systems. അതായത് നാച്ചുറൽ നമ്പേഴ്സ്, ഇന്റിജേഴ്സ്, റാഷണൽ നമ്പേഴ്സ് എന്ന് വേണ്ട ഡെസിമൽസ്, നമ്മുടെ സ്ക്വയേഴ്സ്, സ്ക്വയർ റൂട്ട്, ഇറാഷണൽ എല്ലാം കൂടെ ഇൻക്ലൂഡഡ് ആയിട്ട് വരുന്ന വൺ ഓഫ് ദ ലാർജസ്റ്റ് സെറ്റ്, അതിനെ വിളിക്കുന്ന പേരാണ് റിയൽ നമ്പർ. സോ ഓർക്കുക, n represents natural number, z represents integers, q represents the rational numbers, and the last r represents real number system. ഇതിനകത്ത് ഓർത്ത് വെക്കേണ്ട ഒരു കാര്യം കൂടെ പറഞ്ഞു തരാം. ഈ പറഞ്ഞ നാച്ചുറൽ നമ്പേഴ്സ് ഒഴികെ ബാക്കിയുള്ള 3 നമ്പർ സിസ്റ്റങ്ങൾക്കും വേണമെങ്കിൽ ഇങ്ങനൊരു പ്ലസ് ചിഹ്നം ഇതിന്റെ താഴോട്ട് ഇട്ട് വെക്കാം. അതായത് z പ്ലസ് q പ്ലസ് r പ്ലസ്. അപ്പൊ പ്ലസ് ചിഹ്നം എന്തിനെ സൂചിപ്പിക്കുന്നു എന്ന് ചോദിച്ചാൽ ദ സെറ്റ് ഓഫ് ഓൾ പോസിറ്റീവ് എന്ന അർത്ഥം സൂചിപ്പിക്കുന്നതാണ്. അതായത് ഇസഡ് പ്ലസ് എന്ന് എഴുതി വെച്ചാൽ ദ സെറ്റ് ഓഫ് ഓൾ പോസിറ്റീവ് ഇന്റിജേഴ്സ്. പോസിറ്റീവ് ഇന്റിജേഴ്സ് എന്ന് വെച്ചാൽ ആരൊക്കെയാ? 1 2 3 4 5. നെഗറ്റീവ്സും സീറോയും വരത്തില്ല. മറ്റേ ക്യൂ പ്ലസ് എന്ന് വെച്ചാലോ പോസിറ്റീവ് റിയൽ നമ്പർ, സോറി പോസിറ്റീവ് റാഷണൽ നമ്പേഴ്സ്. അതിനകത്ത് ഒരിക്കലും എന്ത് വരത്തില്ല? നെഗറ്റീവ്സ് വരത്തില്ല. ആർ പ്ലസ് എന്ന് വെച്ചാലും സെയിം ഇമ്പാക്ട്. എന്താണ്? പോസിറ്റീവ് റിയൽ നമ്പേഴ്സ് എന്ന അർത്ഥം. അപ്പൊ ചുരുക്കം പറഞ്ഞാൽ ഈ നമ്പർ സിസ്റ്റങ്ങളുടെ എല്ലാം ഫ്രണ്ടിൽ എന്തും കൂടി ഇട്ട് വെക്കാം, പ്ലസും കൂടി ഇട്ട് വെച്ച് നമുക്ക് നമ്പർ സിസ്റ്റങ്ങളെ പറയാറുണ്ട്. സോ അതിനെ ഞാൻ സെപ്പറേറ്റ് തന്നില്ലെന്നേ ഉള്ളൂ. അപ്പൊ പ്ലസുകൾ കൂടെ വരുന്ന നമ്പർ സിസ്റ്റങ്ങൾ നമുക്ക് പഠിക്കേണ്ടതായിട്ട് ഉണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയും മനസ്സിൽ വെച്ച് വെക്കുക. എങ്കിൽ നമ്മുടെ അടുത്ത ചോദ്യങ്ങളിലേക്ക് പോവുകയാണ്. ആദ്യത്തെ സെറ്റ് ഓഫ് ചോദ്യം ഇങ്ങനെ പറയുന്നു, റൈറ്റ് ദ സെറ്റ് എക്സ് സച്ച് ദാറ്റ്. അപ്പൊ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ദ സെറ്റ് ബിൽഡർ ഫോം. സെറ്റ് ബിൽഡർ ഫോം എന്ന് വിളിച്ച സാധനത്തിനെ മറ്റൊരു രീതിയിൽ പറയുന്ന വാചകങ്ങളാണ് ഇത്. നോക്കിയേ, ഇതിനകത്ത് എലമെന്റുകളെ ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ ആ ഒരു രീതിയെ നമുക്കൊന്ന് പരിചയപ്പെട്ടിട്ട് നമുക്ക് വരാം. എന്നാലും ആ ചോദ്യം ഒന്ന് വായിക്കുന്നു. റൈറ്റ് ദ സെറ്റ്, ഒരു സെറ്റ് തന്നിട്ടുണ്ട് ഇൻ ദ റോസ്റ്റർ ഫോം. റോസ്റ്റർ ഫോമിലോട്ട് മാറ്റി എഴുതണം. ആ സെറ്റിനെ ഞാൻ ഇങ്ങോട്ടൊന്ന് എഴുതുക. നമ്മൾ പറയുന്നു മാത്സിൽ ഓൾവേസ് വി യൂസ് സം നൊട്ടേഷൻസ്, ശരിയല്ലേ? എല്ലാത്തിനും ഓരോ നൊട്ടേഷനുകൾ ഉപയോഗിക്കും. അങ്ങനെ ഉപയോഗിക്കുന്ന നൊട്ടേഷനുകൾ, അതായത് നമുക്ക് സെറ്റ് ഓഫ് ഓൾ എന്ന് എപ്പോഴും എഴുതണം. അങ്ങനെ എഴുതുന്നതിന് പകരം ഈ സെറ്റ് ബ്രാക്കറ്റ് അങ്ങ് ഇട്ട് വെച്ചു. ഇനി ഞാൻ പറയുക, ഈ സെറ്റിനകത്ത് കുറെ എലമെന്റുകൾ ഉണ്ട്. ആ എലമെന്റുകളെയാണ് ഞാൻ എക്സ് എന്ന് വിളിക്കുന്നത്. അപ്പൊ ചുരുക്കം പറഞ്ഞ ഈ എക്സ് നേരത്തെ പറഞ്ഞില്ലേ സെറ്റ് ഓഫ് ഓൾ വവൽസ്. ആ വവൽസിനെ എല്ലാം കൂടെ ചേർത്ത് പണ്ട് മുതലേ നമ്മൾ ചെയ്യുന്നല്ലേ, അറിയാൻ പാടില്ലാത്ത ഒരു നമ്പറിന് പകരം എക്സ് എന്ന് കൊടുക്കുന്നത്. ആ പരിപാടി തന്നെ ഇവിടെ ദ എക്സ് എന്നങ്ങ് എടുത്തു. എക്സ് എന്തിനെ സൂചിപ്പിക്കുന്നു? ഈ സെറ്റിലെ ഓരോ എലമെന്റുകളെയും സൂചിപ്പിക്കുന്നു. ഓക്കെ, അപ്പൊ എക്സ് ആണ് ഇതിനകത്തെ എലമെന്റ്. ഇത് മനസ്സിൽ വെച്ചേക്കുക. സോ ഈ 2 കുത്തിട്ട് വെക്കും. ഈ 2 കുത്തിനെ നമ്മൾ കോളൻ എന്നൊക്കെ വിളിക്കാറുണ്ട് ഇംഗ്ലീഷിൽ. സോ നമ്മൾ ഇവിടെ ഇതിനെ സച്ച് ദാറ്റ് എന്ന പേരിട്ട് വിളിക്കും. എന്ത് പേരിട്ട് വിളിക്കും? സച്ച് ദാറ്റ് എന്ന പേരിട്ട് വിളിക്കും. സോ ഇതിനെ വായിക്കുന്ന ഇങ്ങനെയാണ്, ദ സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ്. അതിന്റെ അർത്ഥം ഈ എക്സ് എന്ന് വിളിക്കുന്നതാണ് ഈ സെറ്റിലെ എലമെന്റുകൾ. ഓക്കെ, ഇനി ഈ എക്സിന്റെ പ്രത്യേകതയെ പറ്റി പറയാം. ആ എക്സിന്റെ പ്രത്യേകതയാണ് ഇവിടെ തന്നേക്കുന്നത്. ഇനി ഇങ്ങനെ ഒന്നും എഴുതാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് ഇങ്ങനെയും എഴുതാം. ഈ സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് ഒന്നും വേണ്ട. ദ സെറ്റ് ഓഫ് ഓൾ, ഇവിടെ തൊട്ടങ്ങ് പറഞ്ഞാൽ മതി, പോസിറ്റീവ് ഇന്റിജേഴ്സ് ആൻഡ് എക്സ് സ്ക്വയർ ലെസ് ദാൻ 40. ഇങ്ങനെ എഴുതിയും വെക്കാം. ഇംഗ്ലീഷിൽ ദ സെറ്റ് ഓഫ് ഓൾ എന്ന് ചേർത്തൊക്കെ എഴുതി വെച്ചാൽ മതി. ഈ ദ സെറ്റ് ഓഫ് ഓൾ എന്ന് എപ്പോഴും എഴുതാൻ വയ്യാത്തത് കൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു അറേഞ്ച്മെന്റ് കൊണ്ടുവന്നേക്കുന്നത്. ഓക്കെ, ദ സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ്. ഇനി എക്സിന്റെ പ്രത്യേകതയാണ് പറയുന്നത്, എക്സ് is a positive integer ആണല്ലോ, and x square less than 40. പിടികിട്ടിയില്ലേ? അതായത് ഇതിനകത്തുള്ള എലമെന്റുകളുടെ കണ്ടീഷൻ ആണ് പറയുന്നത്. എക്സ് ആണ് നമ്പർ, എക്സ് ഒരു പോസിറ്റീവ് ഇന്റിജർ ആണ്. അപ്പൊ നിങ്ങൾ പറയുക, പോസിറ്റീവ് ഇന്റിജറുകൾ ആരൊക്കെയാ? 1 2 3 4 5 6 7 അങ്ങോട്ട് പോന്ന്, ശരിയല്ലേ? എങ്കിൽ അടുത്ത കണ്ടീഷൻ പറയുന്നുണ്ട്, ഈ എക്സ് എന്ന് വിളിക്കുന്ന എലമെന്റിന്റെ സ്ക്വയർ 40നേക്കാൾ ചെറുതാവണം. ഈ ചിഹ്നം റെപ്രസെന്റ് ചെയ്യുന്നത് എന്തിനാന്ന് നിങ്ങൾക്ക് അറിയാലോ, ലെസ് ദാൻ 40 എന്ന് പറഞ്ഞാൽ അർത്ഥം എന്തുവാ മക്കളെ? 40നേക്കാൾ ചെറുതാവണം സ്ക്വയർ. നമുക്ക് ഇന്റിജേഴ്സ് എടുത്ത് നോക്കാം. നമ്മുടെ ഇന്റിജേഴ്സ് ആരൊക്കെയാ? 1 2 3 4 5 6 7 8 എക്സെട്ര.
അങ്ങോട്ട് പോട്ടെ. അപ്പൊ നമ്മുടെ എക്സ് ഈസ് എ പോസിറ്റീവ് ഇന്റിജർ. ആ ഇന്റിജേഴ്സിനെ ഞാൻ ഇവിടെ നോട്ട് ചെയ്തിട്ടു. ഇനി പറയുന്നത് എക്സിന്റെ സ്ക്വയർ 40നേക്കാൾ ചെറുതാവണം. ശരിയല്ലേ? വാ ഓരോന്നിന്റെ സ്ക്വയർ എടുക്കാം. ഒന്നിന്റെ സ്ക്വയർ 40നേക്കാൾ ചെറുതാണ്, കാര്യം ഒന്നിന്റെ സ്ക്വയർ ഒന്നല്ലയോ. രണ്ടിന്റെ സ്ക്വയർ 4 40നേക്കാൾ ചെറുതാണ്. സോ 1 അപ്രൂവ് ചെയ്തു, 2 അപ്രൂവ് ചെയ്തു. അങ്ങനെ ഓരോന്നിനെ സ്ക്വയർ എടുത്ത് നോക്കാം. 40 മേലെ എവിടെ പോകുന്നോ അവിടെ നിർത്തിയേക്കാം. 3യുടെ സ്ക്വയർ 9 ഓക്കെ ആണ്. 4ന്റെ സ്ക്വയർ 16 ഓക്കെ ആണ്. 5ന്റെ സ്ക്വയർ 25 ഓക്കെ ആണ്. 6ന്റെ സ്ക്വയർ 36 40 താഴെയാണ് ഓക്കെ ആണ്. 7ന്റെ സ്ക്വയർ 49 40 മേലെ അല്ലേ മക്കളെ? അപ്പോൾ 7 നമുക്ക് എടുക്കാൻ പറ്റുമോ? ഇല്ല. ഇനി അങ്ങോട്ടുള്ള ഒരു നമ്പറുകളും നമുക്ക് പറ്റത്തില്ല, കാര്യം അതെല്ലാം 40 മേലെ. അപ്പൊ ചുരുക്കം പറഞ്ഞ 1 മുതൽ 6 വരെ നമുക്ക് പറ്റും. അപ്പൊ ഈ 1 തൊട്ട് 6 വരെ ഉള്ള നമ്പറുകളെ നമുക്ക് മതി. ഇങ്ങനെ എഴുതുന്നതാണ് റോസ്റ്റർ ഫോം. ഇപ്പൊ റോസ്റ്റർ ഫോം കംപ്ലീറ്റ് ആയിട്ടുണ്ടോ? ഇല്ല. റോസ്റ്റർ ഫോം കംപ്ലീറ്റ് ആകണമെങ്കിൽ എന്തും കൂടെ വേണം, നമ്മുടെ സെറ്റ് ബ്രാക്കറ്റ് കൂടെ ഇട്ട് വെക്കണം. സോ ഇതാണ് അതിന്റെ ഉത്തരം. 1 2 3 4 5 6 എലമെന്റുകൾ എന്നുള്ളിൽ പറക്കെടുത്ത് എഴുതി വെച്ചു. സിമ്പിൾ. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? സോ ഇതിന്റെ ഡീകോഡിംഗ് ആണ് നിങ്ങൾ പഠിക്കേണ്ടത്. ഓർത്തു വെക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. എക്സ് എന്ന് വിളിക്കുന്ന ആള് എല്ലായ്പ്പോഴും ആ സെറ്റിലെ എലമെന്റിനെ സൂചിപ്പിക്കുന്നു. എല്ലാ എലമെന്റിനോടെ ചേർത്ത് ജനറലൈസ് ചെയ്ത് വിളിക്കുന്ന ഒരു പേരാണ് എക്സ്. ഇത്രേ ഓർത്തു വെച്ചേക്കുക. ബുദ്ധിമുട്ടുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഈ ടൈപ്പിൽ നമുക്ക് കുറച്ച് ചോദ്യങ്ങൾ ചെയ്താലോ? ഈസി ആയിട്ട്. ചോദ്യം ഇതാണ്, റൈറ്റ് ദ ഫോളോയിങ് സെറ്റ്സ് ഇൻ റോസ്റ്റർ ഫോം. താഴോട്ടുള്ള ഓരോ സെറ്റുകളെയും റോസ്റ്റർ ഫോമിൽ എഴുതുക. നമുക്ക് റോസ്റ്റർ ഫോമിൽ ഒന്ന് എഴുതി നോക്കാം. ഒന്നാമത്തെ ചോദ്യം, എ ഈക്വൽ ടു. അപ്പൊ ഞാനിവിടെ ഉത്തരം എഴുതി പോകുകയാണ്. എ ഈക്വൽ ടു. റോസ്റ്റർ ഫോമിൽ എഴുതണമെങ്കിൽ നമുക്കറിയാം സെറ്റ് ബ്രാക്കറ്റ് വേണം. ശരിയല്ലേ? വാടെ എക്സ് ഈസ് ആൻ ഇന്റിജർ. എക്സ് ഒരു ഇന്റിജർ ആണ്. അപ്പോഴേ മനസ്സിലോട്ട് വരണം, എക്സ് ഒരു ഇന്റിജർ ആണ്. ഇന്റിജേഴ്സ് ആരൊക്കെ? 0 ഉണ്ട്, പോസിറ്റീവ്സ് ഉണ്ട്, നെഗറ്റീവ്സ് ഉണ്ട്. ഇനി നിങ്ങളുടെ അറിവിലേക്ക് വേണ്ടി പറയുക, ഈ എക്സ് ഈസ് ആൻ ഇന്റിജർ എന്ന് ഇവിടെ കൊടുത്തേക്കുന്ന ഈ സ്റ്റേറ്റ്മെന്റിനെ വേണമെങ്കിൽ ഇങ്ങനെയും എഴുതാറുണ്ട്. എക്സ് നമ്മുടെ എലമെന്റിന്റെ ചിഹ്നം ഇസഡ്. ഇതിന്റെ അർത്ഥം എന്തുവാ? ഇസഡ് എന്ന് വെച്ചാൽ ആരാ? ഇന്റിജേഴ്സിന്റെ സെറ്റ്. എലമെന്റ് എന്ന് വെച്ചാൽ അർത്ഥം എന്തുവാ? ഈ എക്സുകളെല്ലാം എവിടുന്ന് വരുന്നു? ഇസഡ് ആണെന്നർത്ഥം. അപ്പൊ എക്സ് ഈസ് ആൻ ഇന്റിജർ എന്ന് പറഞ്ഞതിന് പകരം വേണമെങ്കിൽ നമുക്ക് എക്സ് എലമെന്റ് ഓഫ് ഇസഡ് എന്ന് ചിലപ്പം ക്വസ്റ്റ്യനി വരാവേ. അതൊന്ന് പറഞ്ഞു തന്നേ ഉള്ളൂ. നമുക്ക് അതൊക്കെ വിട്. നമുക്ക് നോക്കാം. എക്സ് ഈസ് ആൻ ഇന്റിജർ ആൻഡ് എക്സിന്റെ കണ്ടീഷൻ പറയുവാണേ, -3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ 7. ഇതിന്റെ അർത്ഥം എന്തുവാ? വളരെ സിമ്പിളാ. -3 മുതൽ 7 വരെ ഉള്ള നമ്പറുകളാണ് ആരുടെ വില? എക്സിന്റെ വില. അപ്പൊ ഇന്റിജേഴ്സ് എടുത്തുകയാണെങ്കിൽ ഇന്റിജേഴ്സ് ഇങ്ങനെ പോകുന്നു. 0 ഇവിടെ ഉണ്ട്, -1 -2 -3 ഇങ്ങോട്ടുണ്ട്, 1 2 3 അങ്ങോട്ടുണ്ട്. ഓക്കെ, ഇതിനകത്ത് -3 മുതൽ, അപ്പൊ -3 മുതൽ എടുക്കുമ്പോൾ ഇവിടെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു കൂടെ വന്നത് കൊണ്ട് നമുക്ക് -3 എടുക്കാം. അപ്പൊ -3 എടുക്കാം, -2 എടുക്കാം, -1 എടുക്കാം. അങ്ങോട്ട് പറഞ്ഞു പോവാ. 0 എടുക്കാം, 1 എടുക്കാം, 2 എടുക്കാം. അങ്ങനെ എവിടം വരെ പോണം? 7ഓളം പോണം. സോ 3 എടുക്കാം, 4 5 6 and 7 ആണല്ലോ. പക്ഷെ ഇവിടെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഉണ്ടോ? ഇല്ല. അങ്ങനെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇല്ല എങ്കിൽ നമുക്ക് ആ 7 എടുക്കാൻ പറ്റത്തില്ല. നമ്മൾ ആ 6 കൊണ്ടങ്ങ് തീർത്തേക്കുക. ഇതാണ് അതിന്റെ ഉത്തരം. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ മക്കളെ? ഈസി പരിപാടിയല്ലേ? അപ്പൊ ഇന്റിജർ എന്തുവാന്ന് അറിഞ്ഞാൽ മാത്രം മതി. ദാണ്ടേ നമ്മുടെ റോസ്റ്റർ ഫോം റെഡി. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ അടുത്തൊരു ചോദ്യത്തോട് പോയാലോ? ബി ഈക്വൽ ടു. അപ്പോഴേ ഞാൻ പേരൊക്കെ എഴുതിയിടുന്നു. റോസ്റ്റർ ഫോം ആയതുകൊണ്ട് സെറ്റ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിടുന്നു. ബാക്കി നമുക്ക് ആലോചിക്കാം. വാ. എക്സ് സച്ച് ദാറ്റ് നമുക്കറിയാം എക്സ് എന്ന് വിളിക്കുന്ന ഒരു എലമെന്റ് ആണ്. എക്സ് ഈസ് എ നാച്ചുറൽ നമ്പർ ലെസ് ദാൻ 6. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ എക്സ് ഈസ് എ നാച്ചുറൽ നമ്പർ എന്നതിന് പകരം എക്സ് എലമെന്റ് ഓഫ് എൻ എന്ന് എഴുതാറുണ്ട്. എൻ എന്ന് വെച്ചാൽ അർത്ഥം എന്തുവാ? നാച്ചുറൽ നമ്പർ സിസ്റ്റം. അങ്ങനെയും എഴുതാറുണ്ട്. ചുമ്മാ പറഞ്ഞു തന്നേ ഉള്ളൂ. അപ്പൊ നാച്ചുറൽ നമ്പർ ആണ്, ലെസ് ദാൻ 6 ആണ്. നാച്ചുറൽ നമ്പേഴ്സ് ഏതൊക്കെയാ മക്കളെ? പടപടയെന്ന് പറഞ്ഞേ. ഏതൊക്കെയാ? 1 2 3 അങ്ങനെ അങ്ങോട്ട് പോകുന്നത്. ലെസ് ദാൻ 6 എന്ന് പറയുമ്പോൾ 1 വരും, 2 വരും, 3 വരും, 4 5 and 6 പറയാൻ പറ്റുമോ? ഇല്ല. ലെസ് ദാൻ 6 ആണ്. 6നേക്കാൾ ചെറുതാണ്.
സോ 5 വരെ. ഇതാണ് എന്ത് അതിന്റെ റോസ്റ്റർ ഫോം. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഈസി ആയിട്ട് പറയാൻ പറ്റുന്ന ഉത്തരങ്ങളല്ലേ. ആൻഡ് അടുത്തത് സി ഈക്വൽ ടു, അഗൈൻ ഞാൻ സി ഈക്വൽ ടു എഴുതി വെച്ചു. ബാക്കി നമുക്ക് ഡിസ്കസ് ചെയ്യാം. വായോ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ 2 ഡിജിറ്റ് നാച്ചുറൽ നമ്പർ. 2 ഡിജിറ്റ് നാച്ചുറൽ നമ്പർ എന്ന് പറഞ്ഞ അർത്ഥം 2 ഡിജിറ്റ് വേണം. സോ 2 ഡിജിറ്റ് വരുന്ന നമ്പറിന്റെ തുടക്കം എവിടുന്ന? 10 തുടങ്ങുന്നു. ഓക്കെ, ബാക്കിയിലോട്ട് നീങ്ങാം. സച്ച് ദാറ്റ് the sum of its digits is 8. ആ ഡിജിറ്റുകളെ കൂട്ടുമ്പോൾ നിങ്ങൾക്ക് 8 കിട്ടണം. സോ 10 എടുക്കുന്നു. 10ന്റെ ഡിജിറ്റുകൾ ഏതൊക്കെയാ? 1ഉം 0ഉം. 1ഉം 0യുടെ കൂട്ടി എത്ര? 1. പക്ഷെ നമുക്ക് കിട്ടേണ്ട എത്ര? 8. അപ്പൊ നമ്മൾ ആലോചിക്കുക, 1 ഡിജിറ്റ് ആയിട്ട് വന്നാൽ അതിനോടൊപ്പം എത്ര കൂട്ടിയാൽ 8 കിട്ടും? സ്വാഭാവികം 7. സോ 17 ആണ് ഫസ്റ്റ് നമ്പർ. ഈസി. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ മക്കളെ? അങ്ങനെയാണെങ്കിൽ അടുത്ത് ഇതേപോലെ 8 കിട്ടുന്ന ആ 2 ഡിജിറ്റുകൾ കൂട്ടുമ്പോൾ 8 കിട്ടുന്ന നമ്പേഴ്സ് ഏതൊക്കെയാ? 2, 6, 26. 8 കിട്ടിയില്ലേ? 3യുടെ ടേബിളിൽ 5. 8 കിട്ടിയില്ലേ? 4, 4. 8 കിട്ടിയില്ലേ? ഇനി 5, 3. 8 കിട്ടിയില്ലേ? സോ 1ന്റെ സീരീസ്, 2ന്റെ സീരീസ്, 3യുടെ സീരീസ്, 4, 5. അടുത്ത 6ന്റെ സീരീസ് 6, 2, 62. 8 കിട്ടിയില്ലേ? 7, 1, 71. 8 കിട്ടിയില്ലേ? 8, 0, 80. 8 കിട്ടിയില്ലേ? സോ ഇത്രയും ഡിജിറ്റുകളെ ഞാൻ എഴുതി വെച്ചു. 8 കിട്ടി. സം എല്ലാം കൂടെ കൂട്ടുമ്പോൾ 8 കിട്ടുന്നുണ്ടല്ലോ അല്ലേ? ഇത്രേ ഉള്ളൂ ഇതിന്റെ ഉത്തരം. റോസ്റ്റർ ഫോം എഴുതുക എന്ന് വിളിക്കുന്നത് ആ കണ്ടീഷൻ മനസ്സിലായോ? ബാക്കി വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അങ്ങനെയെങ്കിൽ അടുത്ത ചോദ്യത്തോടെ നമുക്കൊന്ന് പോയാലോ? ചോദ്യം ഇതാണ്. ഡി ഈക്വൽ ടു, അഗൈൻ ഡി ഈക്വൽ ടു സെറ്റ് ബ്രാക്കറ്റ് ഞാൻ ഓപ്പൺ ചെയ്തിട്ടു. എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ പ്രൈം നമ്പർ. മക്കളെ, പ്രൈം നമ്പറുകളെ നിങ്ങൾക്കറിയാം ഏതൊക്കെയാ? 2 ഫാക്ടേഴ്സ് ഉള്ള നമ്പേഴ്സ് ഏതൊക്കെയാ? 2, 3, 5, 7, 11, 13, 17, 19 എക്സെട്ര പോകുന്നുണ്ട്. ഓക്കെ, അതായത് വേറെ വേറെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ വരാത്ത നമ്പറുകൾ പ്രൈം നമ്പർ. അതിന്റെ കൂടെ പറയുന്നുണ്ട് വിച്ച് ഈസ് എ ഡിവിസർ ഓഫ് 60. 60ന്റെ ഡിവൈസർ ആകണം എന്ന് വെച്ചാൽ 60നെ ഡിവൈഡ് ചെയ്യാൻ പറ്റണം. അപ്പൊ തുടക്കത്തിലെ 60നെ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പറുകളുടെ ലിസ്റ്റ് ഞാൻ അങ്ങ് ഉണ്ടാക്കുക. 60നെ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പേഴ്സിന്റെ ലിസ്റ്റ് പറഞ്ഞേ. 1 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. എന്ന് വെച്ചാൽ 60 ആരുടെയൊക്കെ ടേബിളിൽ വരുന്നത് നോക്കിയാൽ മതി. 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, 6 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, പിന്നെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, 12 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, 15 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, 30 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, 60 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഇത്രയും നമ്പറുകൾ ഉപയോഗിച്ച് ഡിവൈഡ് ചെയ്യാം. ഇതിൽ ഫസ്റ്റ് കണ്ടീഷൻ എക്സ് ഈസ് എ പ്രൈം നമ്പർ. എക്സ് എന്താകണം? പ്രൈം നമ്പർ ആകണം. മക്കളെ, എക്സ് ഒരു പ്രൈം നമ്പർ ആകണമെന്ന് വെച്ചാൽ ഇതിൽ നിന്നും ഒരു പ്രൈം നമ്പറെ നുള്ളി പറക്കെടുത്താൽ മതി. ഇനി അത് പ്രൈം നമ്പേഴ്സ് ഏതൊക്കെയാ? 2 ഒരു പ്രൈം നമ്പർ ആണ്, 3 ഒരു പ്രൈം നമ്പർ ആണ്, 5 ഒരു പ്രൈം നമ്പർ ആണ്. സോ 2, 3, 5. ഇനി അങ്ങോട്ട് പറയുന്ന ഒരു നമ്പറുകളും പ്രൈം അല്ല, കാരണം അതെല്ലാം ഓരോ ടേബിളിൽ വരുന്നുണ്ട്. ശരിയല്ലേ? സോ 2ഉം 3ഉം 5ഉം ഇത് 3 കൂടെ ചേരുമ്പോഴത്തേക്ക് നമ്മുടെ സെറ്റ് റെഡിയായി. ഡി ഈക്വൽ ടു സെറ്റ് 2, 3, 5. വെരി സിമ്പിൾ. പിടിയിട്ടില്ലേ? കണ്ടീഷൻ മനസ്സിലാക്കുക എന്ന് വിളിക്കുന്ന ഒറ്റ പരിപാടിയേ ഇവിടെ ഉള്ളൂ. ആൻഡ് ഇ ഈക്വൽ ടു നമുക്ക് നോക്കാം. ഇ ഈക്വൽ ടു സെറ്റ് ബ്രാക്കറ്റ് ഞാൻ ഓപ്പൺ ചെയ്തു. ദ സെറ്റ് ഓഫ് ഓൾ ലെറ്റേഴ്സ് ഇൻ ദ വേർഡ് ട്രിഗണോമെട്രി. ട്രിഗണോമെട്രി എന്ന ലെറ്റർ അല്ലെങ്കിൽ ആ ഒരു വേർഡിനകത്തുള്ള ലെറ്ററുകൾ നമുക്ക് തന്നെ എഴുതിക്കൂടെ? ട്രിഗണോമെട്രിയിലെ ലെറ്ററുകൾ ഏതൊക്കെയാ മക്കളെ? ടി, ഓരോരോ അക്ഷരങ്ങളായിട്ട് എഴുതി വെച്ചാൽ മതി. കോമ ആർ, കോമ ഐ, കോമ ജി, കോമ ഒ, കോമ എൻ, കോമ ഒ. ഇവിടെ ചെറിയൊരു പരിപാടിയുണ്ട്. എന്തുവാന്നറിയാവോ? ദ സെറ്റ് ഓഫ് ഓൾ ലെറ്റേഴ്സ് എന്നൊക്കെ പറയുന്ന സമയത്ത് സെറ്റ് എന്ന് വിളിക്കുന്ന ഒരു സാധനം എഴുതുന്ന സമയത്ത് ഒരിക്കലും റെപ്പറ്റീഷൻ അലൗഡ് അല്ല. റെപ്പറ്റീഷൻ അലൗഡ് അല്ല ഇൻ ദ സെൻസ് ഇവിടെ ഓൾറെഡി ഓ ഉണ്ട്, പിന്നെയും ഒരു ഓ എഴുതി വെക്കേണ്ട ആവശ്യമുണ്ടോ? ഫോർ എക്സാമ്പിൾ, നിങ്ങളുടെ ക്ലാസ്സിലെ കുട്ടികളുടെ പേര് എഴുതുന്നു. 50 പേരാണ് ഉള്ളത്. നിങ്ങളുടെ പേര് ഒരു വട്ടം എഴുതി. ഇനി അത് ഒരു വട്ടം കൂടെ പിന്നെ എഴുതി വെക്കേണ്ട ആവശ്യമുണ്ടോ മക്കളെ? അതപ്പോ 51 പിള്ളേരായി പോത്തില്ലയോ? അപ്പൊ കളക്ഷൻ എടുക്കുന്ന സമയത്ത് ഒരിക്കലും സെറ്റിൽ റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല. വിച്ച് മീൻസ് ഓ ഒരു തവണ എഴുതിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു തവണയും കൂടെ എഴുതേണ്ട ഒരു ആവശ്യവുമില്ല. എൻ എഴുതി, അപ്പൊ ഓ വേണ്ട, എം
വേണം. കാര്യം എം ഒരു തവണ പോലും എഴുതിയിട്ടില്ലല്ലോ. എം എഴുതി. ഇ നമുക്ക് എഴുതാം. അടുത്ത ടി ഓൾറെഡി എഴുതിയിട്ടുണ്ട്. ആർ ഓൾറെഡി എഴുതിയിട്ടുണ്ട്. വൈ നമുക്ക് എഴുതാം. സോ ഇത്രയേ ഉള്ളൂ. ചുരുക്കം പറഞ്ഞ ട്രിഗണോമെട്രി എന്ന വാക്കിലെ എല്ലാ ലെറ്ററുകളും വേണം. പക്ഷെ ഒന്നിൽ കൂടുതൽ തവണ എഴുതുന്നതിന് എന്ത് ചെയ്യുക? ഒഴിവാക്കുക. ഓൾവേസ് റിമെമ്പർ ദാറ്റ് സെറ്റ് എഴുതുമ്പോൾ റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല. ഒന്നാമത്തെ കണ്ടീഷൻ. പിന്നെ ഒരു കണ്ടീഷനോടെ നമ്മൾ തുടക്കത്തിലേ പറഞ്ഞു, ഓർഡർ നമുക്കൊരു പ്രശ്നമല്ല. ഇപ്പൊ നിങ്ങൾ എഴുതിയ 2 3 5 2 5 3 എന്ന് എഴുതി, ഒരു തെറ്റും ഇല്ല. 5 3 2 എന്ന് എഴുതി, തെറ്റില്ല മക്കളെ. ആ 3 എലമെന്റുകൾ അവിടെ വരണം എന്ന് മാത്രമേ നിർബന്ധമുള്ളൂ. ഓക്കെ അല്ലേ? സോ സെറ്റ് എഴുതുന്ന സമയത്ത് ഓർഡർ ഒരു കുഴപ്പമില്ല, നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും എഴുതാം. രണ്ടാമത്തെ റൂള് റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല. അതാണ് ഇമ്പോർട്ടന്റ്. സോ അടുത്തത് ദ ലാസ്റ്റ് എഫ് ഈക്വൽ ടു. കണ്ടോ, ഇവിടെ നമ്മൾ ഈ സെറ്റ് ബ്രാക്കറ്റ് ഇട്ടിട്ടില്ല. ഈ രണ്ട് ചോദ്യത്തിൽ സെറ്റ് ബ്രാക്കറ്റ് ഇട്ടിട്ടില്ല. റോസ്റ്റർ ഫോം എഴുതിയപ്പോൾ ദ സെറ്റ് ഓഫ് ഓൾ എന്നാ പറഞ്ഞേക്കുന്നത്. ദ സെറ്റ് ഓഫ് ഓൾ. അതിന്റെ അർത്ഥം എന്ന് വെച്ചാൽ എന്തുവാ? സെറ്റ് ബ്രാക്കറ്റ് ഇടണമെന്ന് നിർബന്ധമൊന്നും ഇല്ലെന്ന അർത്ഥം. വളരെ സിമ്പിളാ. ബാക്കി നമുക്ക് നോക്കാം. ലെറ്റേഴ്സ് ഇൻ ദ വേർഡ് ബെറ്റർ. നമുക്കൊന്ന് എഴുതി നോക്കാം. അപ്പം എഫ് ഈക്വൽ ടു സെറ്റ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നു. ബെറ്ററിനകത്തെ അക്ഷരങ്ങൾ ഏതൊക്കെയാ? ബെറ്ററിനകത്തെ അക്ഷരങ്ങൾ ബി ഒരക്ഷരമാണ്, ഇ ഒരക്ഷരമാണ്, ടി ഒരക്ഷരമാണ്, പിന്നെയും ഒരു ടി. വേണോ? വേണ്ട. റിപ്പീറ്റ് ചെയ്യരുത്. ടി ഇല്ല. പിന്നെ ഇ ഓൾറെഡി എഴുതിയിട്ടുണ്ട്. ആർ നമുക്ക് എഴുതാം. സോ ഉത്തരം തീർന്നു. BETR. കാരണം ബാക്കി എല്ലാ അക്ഷരങ്ങളും റിപ്പീറ്റ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുക. സിമ്പിൾ. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ മക്കളെ? സോ ഇവിടെ ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ എന്ന് വിളിക്കുന്നത് സെറ്റ് ബിൽഡർ ഫോമിൽ തന്നേക്കുന്നത് റോസ്റ്റർ ഫോമിലേക്ക് മാറ്റുക എന്ന കാര്യമാണ് മക്കളെ. അപ്പൊ നമ്മൾ ഇന്ന് സെറ്റുമായി റിലേറ്റ് ചെയ്ത കുറേയേറെ കാര്യങ്ങൾ പഠിച്ചു. എന്താണ് സെറ്റ്, സെറ്റിന്റെ റെപ്രസെന്റേഷൻ എങ്ങനെയാണ്, പല ടൈപ്പ് ഓഫ് സെറ്റുകളിൽ N എന്താണ്, Q എന്താണ്, Z എന്താണ്, R എന്താണ്, അതിനെ എങ്ങനെ എഴുതാം അല്ലേ. ഇനി അത് ഉപയോഗിച്ച് സെറ്റ് ബിൽഡർ ഫോമിൽ തന്നിരിക്കുന്ന സാധനത്തിന്റെ റോസ്റ്റർ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുക ചെയ്തു. സോ ഇനി മുതലുള്ള ക്ലാസ്സുകളിൽ ഇതിന്റെ കണ്ടിന്യൂസ് ടോപ്പിക്കുകൾ വരുന്നതായിരിക്കും. അപ്പം ഈ കണ്ടിന്യൂസ് ടോപ്പിക്കുകൾക്ക് വേണ്ടി ഈ ലേൺ സബ്സ്ക്രൈബ് ചെയ്യുക. ഓഫ് കോഴ്സ് ഇത് എന്ത് ചെയ്യുക? ഫോളോ അപ്പ് ചെയ്യുക. ഓക്കെ. അപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങളും ഞങ്ങളെ അറിയിക്കുക. നന്ദി.